പ്രോഗ്രാം അവതരിപ്പിക്കാൻ വന്ന പ്രിയമുള്ളവരെ എന്തായാലും ഹലോ, ഞാൻ ചെറിയൊരു മെമിക്രി എടുക്കാൻ പോണേ. നേരത്തെ ചാൻസ് ചോദിച്ചപ്പോൾ ചാൻസ് ഉണ്ടാവില്ല എന്ന് അറിഞ്ഞ്, പിന്നെ ഇവിടെ ബാക്ക് വന്ന് തിരക്കിയിരുന്നു. അപ്പോൾ പിന്നെ വിളിച്ചപ്പോഴാണ് ഒരു ഇൻട്രസ്റ്റ് ആയത്. അപ്പോൾ ചെറിയൊരു മെമിക്രി എടുക്കാൻ പോണേ. നിങ്ങൾ കൈ അടിക്കണം എന്നാലേ കിട്ടുള്ളൂ. ഞാൻ പറഞ്ഞു ഇതാണ് നേരത്തെ പറഞ്ഞ ആള്. ചെറിയൊരു ഐറ്റം. ആദ്യം എന്തായാലും നമ്മുടെ ഒരു മര്യാദ നമുക്കൊന്ന് പരിചയപ്പെടാല്ലേ. എൻ്റെ പേര് വാവാന്ന്. അവിടെ മുണ്ടുപറമ്പ് എൻ്റെ പേരാ. മുണ്ടുപറമ്പുള്ള എനിക്ക് സെൻട്രിങ്ങിന്റെ പരിപാടിയാ, വാർക്കപ്പണിയാ. 10-12 കൊല്ലമായിട്ട് ഒരു ടീമിന്റെ കൂട്ടത്തിൽ ഹെൽപ്പറായിട്ട് പോവുക. 10-12 കൊല്ലമായിട്ട് ഹെൽപ്പറായിട്ടോ? സാധാരണ 1-2 കൊല്ലം കഴിഞ്ഞ് എല്ലാവരും മേശരി ആകാറാണൊക്കെ പതിവ്. എന്താ പറയാ, മേശരി ആയി കഴിഞ്ഞാലും മേലെ കയറി വെയിലും മായി കൊള്ളണം. ഇതാകുമ്പോ മുട്ടിനിടയിൽ ഒളിച്ചിരുന്ന വൈകുന്നേരം 500 പെട്ടും, അത് മതി. അങ്ങനെ കഴിഞ്ഞോട്ട് പോയിട്ടാ ഇപ്പൊ പഞ്ചായത്ത് മേള നടന്നത് നമ്മളിവിടെ. കേരളോത്സവം പഞ്ചായത്ത് മേളയിൽ എനിക്ക് മിമിക്രിക്ക് സെക്കൻഡ് കിട്ടിയായി. മിമിക്രിക്ക് നിങ്ങൾക്ക് സെക്കൻഡ് ആവും? ഒരുപാട് പേരുണ്ടായിരുന്നു മത്സരിക്കാൻ. 2 ആൾക്കാർ, ഞാനും സുജിമോനും. ഓന് ഫസ്റ്റ് സെക്കൻഡ് നിൽക്കും. അതിന്റെ ശേഷം ഇപ്പൊ എന്റെ അയൽവാസികളൊക്കെ ആസിഫ് അലി എന്ന് വിളിക്കാം. നിങ്ങളെ എന്താ അവിടെയുള്ള ആൾക്കാർക്ക് എന്താ പ്രശ്നം? ഓനൊന്നും ആസിഫ് അലിനെ കണ്ടില്ല എന്നെ, അതുകൊണ്ട് ഇപ്പൊ എന്നെ അങ്ങനെ വിളിച്ചടക്കും. ഞാൻ ചെറിയ ഐറ്റംസ് എടുക്കാൻ പോണേ. നിങ്ങൾ കൈ അടിക്കണം എന്നാലേ കിട്ടുള്ളൂ. എപ്പോഴെങ്കിലും എടുക്കണത് അതാ, വില മാരിയല്ല. കൈ അടിക്കൂലേ? എന്താ അവിടുന്ന് കയറി വന്ന മാരിയല്ല, ഇവിടുന്ന് അങ്ങോട്ട് നോക്കുമ്പോ കൈയും കാലും പറക്കുന്നുണ്ട്. അതാ കൊല്ലിയിൽ വെള്ളം ഇല്ലാതായിന്. കൈ അടിക്കണേ. അതെ, നല്ല ശബ്ദമായിരുന്നു പറയുള്ളൂ. എന്തായാലും ഇനി ഒരുപാട് പേര് പാടാനുണ്ട്. ആ മൈക്കെല്ലാം തുപ്പലാക്കിയില്ലേ? പിന്നെ 2-3 ഐറ്റംസ് ഉള്ള ഒന്നായിട്ട് കൊടയാ. ഞാൻ തന്നെ കുടഞ്ഞിട്ടുണ്ട്, എന്നാലും വേണ്ടില്ല. ഇങ്ങനത്തെ ബാവാനൊന്നും പരിചയപ്പെടണല്ലോ ഇവർക്കല്ലേ? ഞാൻ പറഞ്ഞില്ലേ അങ്ങനല്ലേ? ബാവ വിവാഹിതനാണോ? എനിക്ക് പെണ്ണിട്ടാത്താരി. ഇപ്പൊ നേരം വെളുക്കാൻ നേരത്തെ പെണ്ണൊക്കെ ഒരു വിളിയാ. ബാവേ നീച്ചൂട്, മിറ്റടിച്ചേരി കൂട്, അമ്മിമിലച്ച് മുളകരച്ചൂട്. അത് അമ്മിമിലച്ച് മുളകരക്കുമ്പോളാ പെണ്ണുങ്ങളൊന്ന് കുത്തുക. പെണ്ണുങ്ങൾ കുത്തുള്ളൂ, അമ്മായിമ്മ തേമ്പിക്കോളും. ഇതൊക്കെ ഇവിടെ പറയുമ്പോ മോശമല്ല, ഒരുപാട് ആളുകൾ ഇരിക്കല്ലേ ഇവിടെ. അല്ലേ, ഞാൻ കിട്ടിയേ പറയില്ലേ, കിട്ടിയിട്ട് മുണ്ടാത്ത എത്ര ഉണ്ട് അറിയാം വേക്കിലൊക്കെ, എനിക്കറിഞ്ഞല്ലേ. ഓക്കെ ബാബാ, ഇനി എടുക്കാൻ പോണേ. ഇങ്ങനത്തെ പരിപാടിക്ക് അത്യാവശ്യമുള്ള ജനറേറ്റർ സ്റ്റാർട്ടാക്കുമ്പോൾ ഒച്ച എടുക്കാൻ പോണേ. ഒച്ചയല്ല, ഒച്ച എന്ന് പറയാം. നമ്മള് മലപ്പുറംകാരാണെങ്കിലും ശബ്ദം ഞങ്ങൾ കൂറ്റുന്ന പറയാം ഇവിടെ. ഓക്കെ, ജനറേറ്റർ സ്റ്റാർട്ടാക്കുമ്പോൾ ഒച്ച. ചാട്ടാണെങ്കിലോ ബാബാ? ചാട്ടയാ കയ്യടിക്കണേ, കൊല്ലിയിൽ വെള്ളം ലേറ്റാ, ബേജാറുണ്ടാ. ഇങ്ങനെ ഉണ്ടാകുക. ഇതിങ്ങനെ ഓടിങ്ങോണ്ട് നിൽക്കുമ്പോൾ ഇതിൽ എയർ കുടുങ്ങിയിട്ട് ഇത് ഓഫാവും. അപ്പൊ ഇതിന് ഒച്ച മാറും. അതെങ്ങനെ അറിയാം? അങ്ങനെ ഉണ്ടാകുക. ഇനി ലേഡീസിനുള്ള ഐറ്റംസ്. എന്താണത്? തേങ്ങ ചെരവുമ്പോൾ ഒച്ച. എങ്ങനെ അറിയാം? ഇങ്ങനെ ഉണ്ടാകുക. ഇത് ചെരവി ചേട്ടൻ്റെ അടുത്തെത്ര നേരത്ത് ഇന്നെ കണ്ടു കഴിഞ്ഞാൽ എൻ്റെ പെണ്ണുങ്ങൾക്ക് ഒരു ചെരവലുണ്ട്. അതങ്ങനെ അതെന്താ? ഒറ്റയേറ. ഇതേമാതിരി പണ്ടൊക്കെ മരത്തിന്റെ കപ്പിലല്ലേ വെള്ളം മുക്കുന്നേ. ആ മരത്തിന്റെ കപ്പിൽ വെള്ളം മുക്കുമ്പോൾ ഒച്ച. ഇങ്ങനെ ഉണ്ടാകുക. പക്ഷെ തുരുമ്പ് പിടിച്ച ഇരുമ്പപ്പിയാണെങ്കിലോ അതെങ്ങനെ അറിയോ? ഇതേമാതിരി നമ്മളെ മരണക്കിണറിൽ ചെന്ന് കഴിഞ്ഞാല്, മരണക്കിണറിൽ ബൈക്ക് ഓടിക്കണാണല്ലോ സർക്കസ് കൂടാൻ ചെന്ന് കഴിഞ്ഞാല്, ആ മരണക്കിണറിൽ ബൈക്ക് പോകുമ്പോൾ പ്രത്യേകിച്ച് യുവാക്കൾക്ക് ഏറെ ഇഷ്ടമുള്ള ഒരു വിനോദമാണ്. അതിന്റെ ശബ്ദം അനുകരിക്കാൻ പോകുന്നു. പാട്ട വണ്ടി ഇറക്കൊന്ന് കൈയടിച്ചോളിട്ട് ഒരു ഇൻട്രസ്റ്റ് ഇട്ടാരാ എന്നിട്ടല്ല. പാട്ട വണ്ടി അതാ.
ബാബ ഒരു സംഭവട്ടാ. ഇങ്ങനെ ഉണ്ടായി. ഇനി ഞാൻ എളാപ്പന്റെ കൂറ്റ് എടുക്കും. എളാപ്പന്റെ കൂറ്റ് പരേതം തിരിച്ചു വരുന്നു. അളിയനൊരു റീൽസ് എന്ന് പറഞ്ഞ സിനിമയിലുള്ള ആളാണ്. ഒക്കെ പറയുമ്പോൾ നമ്മളെല്ലാം ഏറെ കണ്ട് പരിചിതമായ ലിക് ബീരാന്റെ ശബ്ദമാണ് നമ്മുടെ ബാവ അനുകരിക്കാൻ പോകുന്നത്. ഹല എത്ര വർത്താനോ ആയിരത്തങ്ങളെ നാര് പല കുട്ടികൾക്കില്ല എന്ന് പറഞ്ഞ മറ്റേ സ്ഥിതി മനസ്സിലായില്ലേ? അടക്കാണ് ഈ മടിയിലൊക്കെ കൗങ്ങായ പറ്റൂല. ജമീല ഇടയ്ക്ക് കൈയടിച്ചോളൂ, എന്റെ പുറടിച്ചാൽ പൊളിച്ചാളും. അടിപൊളി അടിപൊളി. ഇതേമാതിരി നമ്മള് ഫ്ലാസ്കിൽ വെള്ളം ഒഴിക്കുമ്പോൾ ശബ്ദമൊക്കെ നമുക്ക് മാറ്റി പറയാം. എന്നിരുന്നാലും നമുക്ക് വാവ ഒരുപാട് സ്കൂളൊക്കെ പഠിച്ചിട്ടുണ്ടാവില്ല. വിദ്യാഭ്യാസം എത്ര? ബി.എഡ് വരെ പഠിച്ചിട്ടുണ്ട് പ്രിയമുള്ളവർ. നമ്മുടെ വാവ ബി.എഡ് ഞാൻ പറഞ്ഞത് തിരിഞ്ഞു പോയതാ. 8B മാറിപ്പോയതാ. അവിടെ പോയി. ഓക്കെ, അടുത്ത ശബ്ദം. ഫ്ലാസ്കിൽ വെള്ളം ഒഴിക്കുമ്പോൾ വെള്ളം ഇങ്ങനെ പൊന്തി വരുമ്പോൾ ചെറിയ മൈന്യൂട്ടായ ശബ്ദമാണ്. അപ്പൊ എല്ലാവരും ശ്രദ്ധിച്ച് കേൾക്കണം. ഇതിപ്പോ ഈ പങ്കിക്കപ്പെട്ടിട്ട് ആക്കി ഞാൻ വന്നപ്പോ ചോദിക്കണം എന്ന് വിചാരിച്ചാണ്. ഈ മഴ കൊണ്ടിട്ടാണോ ഇങ്ങനെ? അതല്ല, ബംഗാളികൾ മുടിയേറ്റി കൊളാക്കിയതാ. ഇപ്പൊ ബാർബർസിലൊക്കെ ബംഗാളികളാണ് മുടി കൊളാക്കിയ. അല്ല, ഞാനൊരു ആശയം പറയട്ടെ. ഈ ബംഗാളികളെ കാര്യം പറഞ്ഞപ്പോ മുടി വെട്ടുന്ന ശബ്ദം എടുക്കാൻ പറ്റും? അതൊക്കെ എടുക്കും ഞാൻ. ആണോ? അന്ന് നമുക്ക് അടുത്തായിട്ട് മുടി വെട്ടുന്ന ശബ്ദം എന്റെ തല കേട്ടോ. വാ, കഴിഞ്ഞില്ല. അടിപൊളി. ഇപ്പൊ മുടി വെട്ടലില്ല, ഇപ്പൊ മിഷീൻ വെക്കല. മിഷീൻ വെക്കുമ്പോ ഉള്ള ഒച്ച എന്റെ തന്നെ. പിന്നെ വേറെ ആദ്യം വെക്കാൻ പറ്റുമോ? ഇതല്ലേ എടുത്തുള്ളത്. ഇതേമാതിരി കുട്ടികളെ കയ്യിലൊക്കെ ബലൂൺ ഇട്ടിക്കഴിഞ്ഞാൽ കുട്ടികൾ ഊതി വീർപ്പിക്കും ഇങ്ങനെ. പൊട്ടു. ജീവനാണുള്ളത് പൊട്ടുന്നറിയാലേ. ഇതാത്ത ബലൂനാ. പൊട്ടിച്ച് പ്രശ്നണ്ട. പിന്നാണ്ട് പൊട്ടിച്ചാ മതി. ഇതാ നമ്മൾ തീപ്പെട്ടി കൈ കിട്ടിക്കഴിഞ്ഞാല് അതിൽ കൊള്ളി ഉണ്ടോന്ന് അറിയാൻ വേണ്ടി കുലുക്കി വെക്കും. തീപ്പെട്ടി. അപ്പൊ തീപ്പെട്ടി കുലുക്കും വെച്ച ഇങ്ങനെ ഉണ്ടായി. ഇതേമാതിരി തന്നെ നമ്മള് ഈ മഴയൊക്കെ പെയ്ത് കഴിഞ്ഞാല് അടുക്കളന്റെ ഭാഗത്ത് വിറക് അട്ടിക്കിട്ട് കഴിഞ്ഞാല് അതിന്റെ അടി ഉണ്ടാവും ഒരു തോള. അമ്മായിന്റെ മോനാണല്ലോ ചാടി പറയുന്നേ. മരത്തവള. മരത്തവളന്റെ നൊലോളി എങ്ങനെ അറിയോ? ഇങ്ങനെ ഉണ്ടാകിയ. ഒന്നും കൂടി ലഭിച്ചേ. ഇങ്ങനെ ഉണ്ടാകിയ. ഇതേപോലെ നമ്മള് കുളത്തിന്റെ പക്കത്തൊക്കെ ചെന്ന് കഴിഞ്ഞാല് വലിയ പൊട്ടം കണ്ണുണ്ടോ? കുണ്ടത്താവള. അതെങ്ങനെ അറിയോ? ഇങ്ങനെ ഉണ്ടാകുക. പക്ഷെ നമ്മൾ മഴക്കാലത്ത് വെള്ളമൊക്കെ ഇങ്ങനെ കെട്ടി നിൽക്കുന്ന സമയത്ത് രാത്രിയൊക്കെ വരമ്പത്ത് കൂടെ നടന്നു പോവാണെങ്കിൽ തവളന്റെ കൂട്ടനിലോളി കേൾക്കാം. അതെങ്ങനെ അറിയാം? വരമ്പത്ത് കൂടി നടന്നു പോകുമ്പോഴുള്ള തവളന്റെ കൂട്ടനിലോളി. പാടം നിറച്ചും തവളെ. ഇങ്ങനെ ഉണ്ടാകുക. ഇതേമാതിരി സിബുകൾ പലതരത്തിലുള്ള സിബുകൾ. പലതരത്തിലുള്ള സിബ്. ബാഗിന്റെ സിബ് ഇടുമ്പോൾ ഒച്ച എങ്ങനെ അറിയാം? ബാഗിന്റെ സിബ് ഇടുമ്പോൾ എന്ന ശബ്ദം. ഇത് പാന്റിന്റെ ആണെങ്കിൽ എങ്ങനെ അറിയാം? പാന്റിനാണെങ്കിൽ ശ്രദ്ധിച്ചിടണം. പാന്റാണെങ്കിൽ ഇങ്ങനെ ഉണ്ടാക്കുക. ഇത് ജീൻസ് പാന്റ് ആണെങ്കിൽ എങ്ങനെ അറിയാം? ഇങ്ങനെ ഉണ്ടാക്കുക. ഇതേപോലെ തന്നെ നമ്മൾ ആക്സോ ബ്ലേഡ് കൊണ്ട് PVC പൈപ്പ് മുറിക്കുമ്പോൾ ആക്സോ ബ്ലേഡ് ഉപയോഗിച്ച് PVC പൈപ്പ് കട്ട് ചെയ്യുന്ന പൈപ്പിന്റെ ഇങ്ങനെ ഉണ്ടാക്കി. അലുമിനിയം ചാലാണ് മുറിക്കണമെന്നുണ്ടെങ്കിൽ ഒച്ച മാറും. തല പിടിച്ചോ. ഇങ്ങനെ ഉണ്ടാക്കി. അത് ഇനി പ്ലൈവുഡ് ആണ് മുറിക്കണമെങ്കിൽ വേറെ രീതിയില്ല. പ്ലൈവുഡ് ആകുമ്പോൾ ശബ്ദ വ്യത്യാസം. അതിപ്പോ നമുക്കിപ്പോ ഇതെല്ലാം മുറിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു ഫിറ്റ് ഇത് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഹോൾസ് അടിക്കണം. ഡ്രിൽ മെഷീൻ എടുക്കും. ഐറ്റംസ് ഇല്ല. അതൊരു കാര്യം ചെയ്യും. ആദ്യം ഒരു തലക്കലൊരു ഹോൾസ് ഉണ്ട് ഇവിടെ. ഇനി രണ്ടാമത്തെ ഹോൾസ് നടുക്ക്.
ഇനി ഒരു കാര്യം ചെയ്ത് അവിടെ നിൽക്കണമെന്നുണ്ടെങ്കിൽ കുറച്ച് മേലെ ഒരു ഹോൾസ് ഇടണം. ജി പറഞ്ഞോടത്ത് ഇങ്ങനെ തൊളർന്ന ആളാണല്ലേ ഇനി അവിടെ ഇവിടെ അറിയുമ്പോ ഞാൻ അടുക്കാൻ പോണേ കഴിഞ്ഞ വെള്ളിയാഴ്ച കണ്ടുപിടിച്ചു വെച്ചേ. വെള്ളിയാഴ്ച ശബ്ദം കണ്ടുപിടിക്കും. അങ്ങനൊന്നുമില്ല, ലീവുള്ള ഓരോന്ന് കണ്ടുപിടിക്കും. ആൺപ്രാവിന്റെ ഒച്ചയും പെൺപ്രാവിന്റെ ഒച്ചയും രണ്ട് രീതിയിലാ. ആദ്യം ആൺപ്രാവിന്റെ കാണിച്ചു തരാം. ഇങ്ങനെ ഉണ്ടായില്ല. തൊട്ടടുത്ത് പെൺപ്രാവ് വന്നിരിക്കുകയാണ്. എങ്ങനെ അറിയാം? ഇങ്ങനെ ഉണ്ടായി. അതേപോലെ നമ്മളെ താറാവിന്റെ ഒച്ച എങ്ങനെ അറിയാം? ഇങ്ങനെ ഉണ്ടായില്ല. അതേമാതിരി ആട്ടുംകുട്ടിന്റെ ഒച്ച എങ്ങനെ അറിയാം? ഇങ്ങനെ ഉണ്ടാവുള്ളൂ. പക്ഷെ ഇതിന്റെ കയ്യും കാലും കയറിന്റെ ഉള്ളിൽ കുടുങ്ങി ഒച്ച മൊത്തം മാറും. ഇങ്ങനെ ഉണ്ടായില്ല. ഇനി എടുക്കാൻ റിസ്ക് ഉള്ളതാണ്. റിഹേഴ്സലിന്റെ കുറവുണ്ടെന്നാലും ഞാൻ എടുക്കും. അതായത് ഹെലികോപ്റ്റർ മുകളിലേക്ക് പൊന്തി പോയിട്ട് ഇടിഞ്ഞു പൊളിഞ്ഞ് കടലിലേക്ക് പോകുമ്പോൾ ഒച്ച. അത്രയും ബുദ്ധിമുട്ട് ടഫാണോ? അത്ര ടഫ് വേണ്ട, തുപ്പിലിറക്കിണ്ട് എന്റെ ടഫാക്കല്. അപ്പൊ ഹെലികോപ്റ്റർ മുകളിലേക്ക് പൊന്തി പോയിട്ട് ഇടിഞ്ഞു പൊളിഞ്ഞ് കടലിലേക്ക് പോകുമ്പോൾ നമ്മൾ ഇംഗ്ലീഷ് സിനിമയിലൊക്കെ കാണുന്ന ഒരു ട്രെയിലർ അല്ലേ? അതെ അതെ ബാബ ചോദിക്കണം തോന്നുന്നത്. അപ്പൊ ഹെലികോപ്റ്ററിന്റെ ശബ്ദമൊക്കെ വളരെ മനോഹരമായിരുന്നു. പക്ഷെ വെള്ളത്തിൽ വീണപ്പോ എന്തോ ഒരു ബ്ലും ബ്ലും എന്നൊക്കെ. പിന്നെ വെള്ളത്തിൽ മുന്നേ കിടികിടിന്നുണ്ടാവുക. എന്ത് സാധനം വെള്ളത്തിൽ കൊണ്ടാലും ബ്ലും നേരെ ഉണ്ടാവുക. ഇനി എടുക്കാൻ പോകണം. ഇന്ന് രാവിലെ പല്ല് കൊണ്ടുവെക്കുമ്പോ നമ്മിപ്പൊട്ടിയുടെ പല്ലേക്കല് പല്ല് വെച്ച് കൊണ്ടുവെക്കുമ്പോ മനസ്സിലായി ജാസി ഗിഫ്റ്റിന്റെ ഒച്ച എല്ലാവരും കൊടുക്കാൻ പറ്റുന്നുള്ളത്. അങ്ങനെ തൊള്ളയിൽ വിരലിട്ട് വലിച്ചു പിടിച്ചാൽ മതി. പാട്ട് പാടിക്കൊണ്ട് വെക്കുമ്പോ തൊള്ളയിൽ വിരലിട്ട് വലിച്ചു പിടിക്കുക. അപ്പൊ ജാസി ഗിഫ്റ്റ് ആവും. അത് എങ്ങനെയാന്നുള്ളത് കാണിച്ചു തരാം. അന്നക്കിളി നീ എന്നില വന്നക്കനവേറി വന്നു, കന്നിക്കിളി നീ എന്നിൽ പൊൻതൂവൽ വീശി നിന്നു. അന്തിക്കടവത്ത് അമ്പിളിക്കോവിൽ മുല്ലക്കതിരണിവാടി കന്നിത്തിരതുള്ളു ഹൂവാനക്കാവിൽ മാനായി മാറി. ഇങ്ങനെ ഉണ്ടായില്ല. ആ വിരല് അപ്പുറത്ത് തൊള്ളയിട്ടിട്ട് മുറിച്ചിടാൻ പറ്റപ്പത്. ഇനി എടുക്കാൻ പോണേ നമ്മളെ സിനിമകളിൽ നമുക്ക് മിമിക്രി പഠിപ്പിച്ചു കൊടുക്കില്ലെന്ന് ഇപ്പൊ ആരോ പറഞ്ഞു കഴിഞ്ഞു. ബാബ ഞാൻ പഠിപ്പിച്ചു. ഞാനും വരെ ക്ലാസ് ഉണ്ട്. ആർക്കും പഠിപ്പിച്ചു കൊടുക്കും. എനിക്കൊന്ന് പഠിപ്പിച്ചു തരാൻ പറ്റുമോ? നമ്മളെ സിനിമകളിൽ ചെന്ന് കഴിഞ്ഞാൽ സിനിമ തുടങ്ങുന്നതിന്റെ മുന്നേ ഒരു പരസ്യം ഉണ്ടാവലുണ്ട്. ആ പരസ്യം പറയാൻ പോണത് മനസ്സിലായി ഞങ്ങൾ കൈയ്യടിക്കണം. CD-ലും ഉണ്ടാവലുണ്ട്, സിനിമകളിൽ മാത്രമേ. കേന്ദ്ര സർക്കാരിന്റെ പുകവലിക്കെതിരായിട്ടുള്ള ഒരു പരസ്യമാണ് ബാബ ഇവിടെ എടുക്കാൻ പോകുന്നത്. ശ്വാസകോശം ഒരു സ്പോഞ്ച് പോലെയാണ്. ശരാശരി ഒരു പുകവലിക്കാരന്റെ ശ്വാസകോശത്തിൽ അടങ്ങിയിരിക്കുന്ന പുകയില പരിശോധിച്ചാൽ ഇപ്രകാരമായിരിക്കും. നിങ്ങളെ രോഗിയാക്കാൻ അത് മതി, വലിയ രോഗി. കുട്ടികളെ നിലവിളിക്കുമ്പോ അമ്മ മൂളിപ്പാട്ട് പാടി ഉറക്കി കൊടുക്കലുണ്ട്. അപ്പൊ കുട്ടീനെ നിലവിളിയും അമ്മന്റെ മൂളിപ്പാട്ടും ഒരേ സമയത്ത് രണ്ടും ഒരേ ശബ്ദം എടുക്കും. കൊളയൊന്ന് കയ്യടിച്ചോളില്ലേ? നിങ്ങൾ കയ്യടിച്ചിട്ട് കുറെ നേരം നിങ്ങള് ഒന്ന് കയ്യടിച്ചോളുണ്ട്. ഇനി വേണ്ടി ഒരു ഒന്ന് ഒറ്റ മിമിക് പഠിപ്പിച്ചു. അന്റെ ചുണ്ടുമൽ എന്താ? എന്റെ ചുണ്ടുമലൊന്നുമില്ലല്ലോ. പഠിച്ചു. അതെന്താ? ചുണ്ടുമൽ എന്താ നാക്കില്ലേ? അതെന്നെ മിമിക്രി. അതെങ്ങനെ മിമിക്രി ആവുക? അത് 3 ഇവിടെ അപ്പൊ കാണിച്ചു തരാം. മഹരിബിലും മശരിഖിലും നബി സംസുലുദാ ഫീ കുല്ലി സമാമി മൗലായ മൗലല്ലായനി സയ്യിദ് ഇനാനി. മിമിക്രി പഠിപ്പിച്ചു. അനുഗ്രഹിക്കണം. നിങ്ങൾ അനുഗ്രഹം കാലുകൊടുത്തൊന്നും വേണ്ട. എല്ലാരും തുടക്കത്ത് കാല് പിടിക്കും, പിന്നെ തലയിൽ കയറി കാണും. മലയാളികളായ നമുക്ക് അഭിമാനിക്കാനുള്ള നല്ല മുഹൂർത്തങ്ങൾ സമ്മാനിച്ച ഒരു കലാകാരനാണ് ഇത്രയും നേരം നിങ്ങളോടൊപ്പം മിമിക്രി അവതരണത്തിലൂടെ വെള്ളിത്തിളങ്ങിയത്. ഇന്ന് ദേശീയ ചലച്ചിത്ര ഫിലിം അവാർഡ് പ്രഖ്യാപിക്കപ്പെട്ടപ്പോൾ മലയാളികൾക്ക് അഭിമാനം തോന്നിയ ഒരു നിമിഷമാണ് ഐൻ എന്ന മലയാള സിനിമ. ഐൻ എന്ന മലയാള സിനിമയിലെ പ്രത്യേകം ജൂറി പരാമർശിക്കുകയും ഐൻ അവാർഡ് വാങ്ങുകയും ചെയ്തപ്പോൾ അതിൽ ഞങ്ങളുടെ ഈ കലാകാരൻ സഹനടനായി ഒരു ബാർബറുടെ വേഷം ചെയ്ത് അഭിമാനം തൂളിയമായപ്പോൾ മലയാളക്കര നെഞ്ചേറ്റിയ കലാകാരൻ അമൃത TV സൂപ്പർ ഡൂപ്പ് എന്ന റിയാലിറ്റി ഷോയിലെ വിന്നറും ഏഷ്യാനെറ്റിലെ മിന്നും താരം എന്ന കോമഡി ഫെസ്റ്റിവലിൽ ഫൈനലിസ്റ്റുമായി കേരളം കഴിഞ്ഞു, ലക്ഷദ്വീപും ആന്ധ്രാദ്വീപും കഴിഞ്ഞു. അങ്ങനെ അറബിക്കടലിന്റെ റാണികളോളം ചന്ദ്രന് പന്തലിച്ച നിരവധി വിദേശ പ്രോഗ്രാമുകളിൽ തരമായ ഞങ്ങളുടെ സ്വന്തം വിജേഷ് ചേളാരി. എല്ലാവരും കരി കൊടുത്തേ. എന്തൊക്കെയാ പറഞ്ഞ പോലെ എന്തൊക്കെയാ പറഞ്ഞോട്ടെ.
പ്രിയമുള്ളവരെ, അപ്പോൾ ഈ വേദിയിൽ ഇങ്ങനെ ഒരു പരിപാടി ചെയ്യാൻ അവസരം ലഭിച്ചതിൽ വളരെ സന്തോഷമുണ്ട്. എല്ലാവർക്കും എന്നെ പ്രോത്സാഹിപ്പിച്ച എല്ലാവർക്കും നന്ദി, സ്നേഹം അറിയിക്കുക. നിങ്ങൾ ഒന്നുകൂടി കൈയടിക്കുകയാണെങ്കിൽ ഞാനവിടെ പോകും. താങ്ക് യു. അനുകരണത്തിന് കൂടുതൽ പ്രാധാന്യം കൊടുത്തുകൊണ്ട് ഈ സ്കിറ്റ്, നമുക്കറിയാം സിനിമയിലൊന്ന് അഭിനയിക്കുക, സിനിമയിലൊന്ന് മുഖം കാണിക്കാൻ താല്പര്യമില്ലാത്ത ചെറുപ്പക്കാർ വളരെ കുറവാണ്. ഇവിടെ സിനിമയിലൊന്ന് അഭിനയിക്കാൻ വേണ്ടിയിട്ട് ഒരു സംവിധായകനെ സമീപിക്കുന്ന ഒരു ചെറുപ്പക്കാരനെ നമുക്ക് ശ്രദ്ധിക്കാം. ഒരു സിനിമ ഷൂട്ടിംഗ് ലൊക്കേഷനിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ സ്വാഗതം ചെയ്യുന്നു, നല്ല കൈയടി പ്രതീക്ഷിച്ചുകൊണ്ട്. അപ്പോൾ സിനിമയിൽ അഭിനയിക്കണമെന്ന് ആഗ്രഹമുള്ള ഒരുപാട് ആളുകൾ നമ്മുടെ നാട്ടിലുണ്ട്. അപ്പോൾ സിനിമയിൽ അഭിനയിക്കാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ വിളിക്കുക എന്ന് പറഞ്ഞിട്ട് നമ്മൾ പത്രപരസ്യം കൊടുത്തിരുന്നു. എടോ സതീശ, സാറേ, എടോ നമ്മൾ പത്രപരസ്യം കൊടുത്തിട്ട് ആരെങ്കിലും വന്നിട്ടുണ്ടോ? സാറേ, ഒരുപാട് പേര് വരുമെന്ന് കരുതി ആരും വന്നിട്ടില്ല. പക്ഷെ ഒരാൾ ഭയങ്കര തിരക്കുന്നുണ്ടാക്കുന്നുണ്ട്. ഭയങ്കര തിരക്കുള്ള ഒരാളോ? ആ, ഇവനെ കാണാൻ എങ്ങനെയുണ്ട്? നമ്മളെ സിനിമയിലേക്ക് പറ്റുമോ? കാണാനൊക്കെ ഇയാളെ കണ്ടു കഴിഞ്ഞാൽ മെഗാസ്റ്റാർ മമ്മൂട്ടി വരെ മാറി നിൽക്കും. എങ്ങനെ? മലയാളത്തിന്റെ മെഗാസ്റ്റാർ മമ്മൂട്ടി വരെ മാറി നിൽക്കും ഇയാളെ കണ്ടു കഴിഞ്ഞാൽ. അത്രയും സൗന്ദര്യമുള്ള ആളാണോ? അത്രയും സൗന്ദര്യമുള്ള ആളാ. അങ്ങനെയാണ് പെട്ടെന്ന് കടത്തിവിട്. ആ മോനത്തില്. എന്നാലും നമ്മളെ സിനിമയിലേക്ക് മെഗാസ്റ്റാർ മമ്മൂട്ടി എന്ന് പറയുന്നത് തന്നെ മലയാള സിനിമയിലെ ഒരു സൗന്ദര്യത്തിന്റെ ഒരു വേറെ രൂപമാണ്. അപ്പൊ അതുപോലെ മെഗാസ്റ്റാർ മമ്മൂട്ടി മാറി നിൽക്കുന്ന സൗന്ദര്യമുള്ള ഒരാളെന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും നല്ല ഒരു ആളെ നമ്മുടെ സിനിമയിലേക്ക്, പുതിയൊരു ആളെ സിനിമയിലേക്ക് എൻട്രി ചെയ്യാൻ പറ്റുക എന്ന് പറയുന്നത്. എന്താണ്ടത് അത്തപ്പൂക്കൾ ഇറങ്ങി വന്നതോ? ഇങ്ങോട്ട് വാ. അലുവപ്പീഡിയ മാറ്റൊരു ചങ്ങായി. ഈ അപ്പൊ മെഗാസ്റ്റാർ മമ്മൂട്ടി വരെ മാറിക്കുന്ന പറഞ്ഞ മെഗാസ്റ്റാർ മമ്മൂട്ടി അന്റെ സൗന്ദര്യം കണ്ടാ മാറി നിൽക്കുന്നല്ലേ? അന്നെ കണ്ടാൽ മെഗാസ്റ്റാർ മമ്മൂട്ടി മാത്രല്ല, ഈ അബുദാബി മൊത്തം മാറി നിൽക്കും. അത്രയ്ക്ക് സൗന്ദര്യായി. ഇതെന്താ കക്ഷത്ത്? പുറത്തു നിൽക്കുന്ന ഒരു ആന്റി വീർപ്പിക്കാൻ തന്നതാ. വീർപ്പിക്കാനോ? എടാ വീർപ്പിക്കാനല്ല, ഇത് പൂരിപ്പിക്കാൻ തന്ന സാധനമാണ്. ഇത് പൂരിപ്പിച്ചോ? അത് ഞാൻ തന്നെ ചെയ്യേണ്ടി വരും അല്ലേ? എന്തായാലും ഇതില് ചോദിച്ചിരിക്കുന്ന കാര്യങ്ങൾ ഞാൻ പറയാം. അച്ഛന്റെ പേര്? അച്ഛന്റെ പേര് തങ്കപ്പൻ. അമ്മയുടെ പേര്? തങ്കപ്പി. നിന്റെ പേര്? അപ്പി. അല്ല, കൊച്ചാപ്പിന്ന്. എടാ ശരിയായ പേര്? സാബു. സാ കഴിഞ്ഞിട്ടുള്ള ബൂ. എടാ വീട്ടിൽ നിന്ന് വിളിക്കുന്ന പേരെന്താണ്? പണ്ടാരക്കാലം എന്നെ കൊണ്ട് കുഴിച്ചിട്ട് വിട്ടാ കുഞ്ഞിമോനോന്ന്. എടാ അതല്ല, വീട്ടിൽ എത്ര പേരുണ്ട്? വീട്ടിൽ ഒറ്റ പേര് മാത്രമേ ഉള്ളൂ, സാബു. വീട്ടിൽ എത്ര മെമ്പർമാരുണ്ട്? മെമ്പർമാരായിട്ട് ആരുമില്ല, ഇപ്പൊ വോട്ടർമാരല്ലേ. എടാ അതല്ല, അംഗങ്ങൾ എത്ര പേരുണ്ട്? ഞാൻ അങ്ങനെ പറയണ്ടേ? 5 പേര്. അല്ല, 5 ഡസൻ. അച്ഛനെന്താ ജോലി? അച്ഛൻ ഇതൊക്കെ തന്നെയാണ് ജോലി. അമ്മയെ നിർത്തിച്ച്. എന്ത് പ്രസവല്ലേ? എടാ നിന്റെ അച്ഛന്റെ തൊഴിൽ എന്താണ്? അച്ഛൻ റബ്ബർ വികസന കോർപ്പറേഷനിലാണ്. ഓ, റബ്ബർ കയറ്റുമതി ഇറക്കുമതി അങ്ങനെ ആയിരിക്കും അല്ലേ? അതല്ല, ഈ അമ്പലപ്പറമ്പിൽ പള്ളിപ്പറമ്പിൽ പോയിട്ട് റബ്ബർ ഇങ്ങനെ വികസിപ്പിക്കും. നൂലിട്ട് കെട്ട് 5 രൂപയ്ക്ക് വിൽക്കുക. ബലൂൺ കച്ചവടം അല്ലേ? ബലൂൺ കച്ചവടാണ്. എന്നിട്ടാണ് ഈ റബ്ബർ വികസന കോർപ്പറേഷൻ എന്ന് പറഞ്ഞത്. എടാ നിന്റെ വിദ്യാഭ്യാസ യോഗ്യത എന്താണ്? ബിഎഡോ? അല്ല, 8B. അങ്ങനെ കൃത്യമായിട്ട് പറയാ. പഠിച്ചത് എവിടെയാണ്? പഠിച്ചതൊക്കെ യുപിയിലാ. ഉത്തർപ്രദേശ്? അല്ല, കോഴിക്കോട് ഒരു ഗവൺമെന്റ് UP സ്കൂള്. അപ്പൊ ജനിച്ചതോ? ജനിച്ചത് കോഴിക്കോടാ. ഏത് ഭാഗം? എന്റെ എല്ലാ ഭാഗവും കോഴിക്കോടാ ജനിച്ചത്. അല്ല, നിങ്ങളെവിടെയാണ് ജനിച്ചത്? ഞാൻ ജനിച്ചത് കേരളത്തിലാണ്. കേരളത്തിലാണ്. അപ്പം പഠിച്ചതൊക്കെ ദുബായിലാണ്. നിങ്ങൾ സമ്മതിക്കണ്ടോ? കേരളത്തിൽ നിന്ന് ദുബായിലെത്തുമ്പോ സ്കൂൾ വെല്ലടിച്ചോയില്ല. ഞാൻ രാവിലെ കുളിച്ച് കുറിയും തൊട്ട് കണ്ട് ദുബായിക്ക് ഫ്ലൈറ്റും കയറി വരിക സ്കൂളിൽ പഠിക്കാൻ. ഇതൊക്കെ എവിടുന്നാണ്ട വരുന്നത്? ഒരു കലാകാരൻ എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും ഹോബികൾ ഉണ്ടായിരിക്കണം. എനിക്ക് വ്യത്യസ്തമായ ഹോബി ഉണ്ടല്ലോ. എന്താണ് ഹോബി? എന്താണ്? അതായത് വീട്ടിലെ ഫ്ലഗ് ഓൺ ചെയ്ത് വെച്ചിട്ട് അതിന്റെ ഉള്ളിലേക്ക് നാവ് കയറ്റുക. ആ നാവ് പ്ലഗിനകത്തേക്കോ ഓണാക്കി വെച്ചിട്ടോ കമ്പി കഷ്ണം കയറ്റി വിട്ടിട്ട് കടിച്ചു പിടിക്കുക. ഇതൊക്കെ എന്റെ വ്യത്യസ്തമായ ഹോബികളാണ്. ഇതൊക്കെയോ? എന്റെ വെറൈറ്റി ഹോബികളാണ്. ഇപ്പോഴും ചെയ്യാറുണ്ടോ? ഇല്ല, ഞാൻ കഴിഞ്ഞ ദിവസം നിർത്തി. വീട്ടിൽ കറണ്ട് കിട്ടി. എടാ, ഒരു സിനിമയിൽ അഭിനയിക്കണമെങ്കിൽ അത്യാവശ്യം അഭിനയിക്കാനുള്ള കഴിവ് വേണം. അതുണ്ടോ? അഭിനയിക്കാനുള്ള കഴിവുണ്ടല്ലോ. അഭിനയിക്കാനുള്ള കഴിവുണ്ടോ? അങ്ങനെയാണെങ്കിൽ ഞാൻ നിനക്ക് അഭിനയിക്കാൻ വേണ്ടിട്ട് ഒരു സിറ്റുവേഷൻ തരാം. ഓക്കെ. അതായത് ഈ സിനിമയിലെ നായകൻ ഞാനാണ്. അപ്പൊ ഞാൻ അങ്ങോട്ട്
എടോ നീയാണ് ഈ സിനിമയിലെ വില്ലൻ. ഞാൻ ഇല്ലേ വില്ലനാണ്, ഈ സിനിമയിലെ വില്ലനാണ്, നിങ്ങൾ ഇല്ലേ നായകനാണ്, ഞാൻ നായകനാണ്. അപ്പൊ ഞാനും എന്റെ കാമുകിയും കൂടെ ആ. ഒരു കാറിൽ ഇങ്ങനെ അടിച്ചു മിനിച്ചൊരു 100-160 സ്പീഡിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഈ സമയത്ത് പെട്ടെന്ന് നീ വണ്ടിയുടെ മുമ്പിലേക്ക് ചാടി വീഴാണ്, കാറിന് മുന്നിലേക്ക്. അപ്പൊ ഞാൻ വണ്ടി കയറി മരിച്ചു പോവില്ലേ? എടോ ഇത് സിനിമയാണ്, സങ്കല്പിച്ചാ മതി. ഒന്നും പറ്റൂല, ഒന്നും പറ്റൂല. ചാടി വീഴുക. നീ ചാടി വീഴുന്നു, വണ്ടിയുടെ മുന്നിലേക്ക് ചാടി വീണിട്ട് പറയേണ്ട ഡയലോഗാണ്, ഡയലോഗ് ഞാൻ കോതണ്ടപാണ റെഡ്ഡേ. ഈ പറഞ്ഞ സാധനം ഞാനോ? കടിച്ചാ പൊട്ടാത്ത സാധനം ഞാൻ. എടാ അത് പറ്റൂല. ഞാൻ വേണേ ഇതിനും ഒരു പഞ്ചുള്ള പേര് പറയാം. പഞ്ചുള്ള പേരെന്താണ്? ഞാൻ ആ ഒട്ടക്കണ്ടി ശശി. വട്ടക്കണ്ടി ശശി എന്നൊക്കെ സിനിമയിൽ പേരിടാൻ പറ്റോടോ? ആ പിന്നെ ഇതല്ലാത്ത വേറെ ഈ പേരെന്നെ പറയണം. തന്നെ പറയണം. പഞ്ചുള്ള പേരാണിത്. എന്നാ പിന്നെ നിങ്ങൾ വായോണ്ട് മ്യൂസിക് വായിക്കണം. മ്യൂസിക് വായിക്കണം. അതെ. അപ്പൊ ഈ പറയും. അപ്പൊ ഞാൻ സൂപ്പർ ആക്കും. ആ കോതണ്ടപാണ റെഡ്ഡി. ഓക്കെ. ഓക്കെ. ആയില്ല. ആയില്ല. അപ്പൊ ടൈലർ നിങ്ങൾ കക്കക്കാ കുക്കുക്ക് നാക്കിയ തെറ്റിപ്പോവും എന്നോട്. ഹലോ. ആ എന്താണ്? അങ്ങനെ അതിന്റെ ഇടയ്ക്ക് നിങ്ങൾ കക്കക്കാ കുക്കുക്ക് നാക്കിയ തെറ്റിപ്പോവും. തെറ്റിപ്പോന്നല്ല, ഇത് തന്നെ പറയണം. ഓക്കെ ഓക്കെ. ആയില്ല പന്നി, എന്നോടല്ലേ പറയുന്ന ആയില്ലാന്ന്. ആയില്ലേ? ആവട്ടെ. ആ ഓക്കെ. പറഞ്ഞാ മനസ്സിലാവില്ല. ഓക്കെ. ഓക്കെ. ആയി പന്നിയെ, അതല്ല ഇങ്ങനെ ആക്കണേ, പറഞ്ഞാ മനസ്സിലാവൂല. എങ്ങനെ ആയി? ഹലോ ഹലോ ചെക്ക്. ആ പെട്ടെന്ന്. അടിപൊളി, സൂപ്പർ. അടിപൊളി, സൂപ്പർ. എടാ കോതണ്ടപാണ റെഡ്ഡി. ഓക്കെ. അത് പറയണം. കോതണ്ടപാണ റെഡ്ഡി. കോതമംഗലത്ത് പോകാൻ റെഡ്ഡി. കോതമംഗലത്ത് പോവാൻ റെഡ്ഡി, അതാണ്ട പറയണ്ടേ? ഞാൻ സൂപ്പർ ആക്കും. കോതണ്ടപാണ റെഡ്ഡി, അത് പറയണം. ഓക്കെ. കോതണ്ടപാണ റെഡ്ഡി. ഗോപാലേട്ട കണ്ട ഷട്ടി. പെട്ടെന്ന് ഇപ്പോ കണ്ട ഷട്ടി കച്ചവടക്കാരൻ കണ്ടോ സിനിമയിൽ അഭിനയിക്കാൻ വരുന്നത്? അതല്ല, ഞാൻ നായകനാകാൻ വന്നാണല്ലോ, ആ. പെട്ടെന്ന് വില്ലനായപ്പോ തെറ്റിപ്പോയതാണ്. ഓ അപ്പൊ നായകനായ ഈ പൊളിക്കും, സൂപ്പർ ആക്കും ഞാൻ. സൂപ്പറാക്കും. അങ്ങനെയാണോ ഈ സിനിമയിലെ നായകനാണെന്ന് വിചാരിച്ചോ? ഓക്കെ. നിനക്ക് ഞാൻ അഭിനയിക്കാൻ വേണ്ടി വേറൊരു ഡയലോഗ് തരികയാണ്. അതെ. അതായത് നീ നിന്റെ കാമുകിയോട് പിണങ്ങി, നിന്റെ കാമുകി നിന്നോട് പിണങ്ങിയിട്ട് ഒരു മരത്തിന്റെ ചുവട്ടിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. ഇരിക്കുന്ന സമയത്ത് നീ നിന്റെ കാമുകിയുടെ അടുത്തേക്ക് മന്ദം ചെന്നിട്ട് പറയേണ്ട ഡയലോഗ് ഇതാണ്. പ്രിയേ, എന്താണ് നിന്റെ മുഖത്തൊരു കുണ്ഠിത ഭാവം? ഓമൻ ചേർന്ന ഒരു ഉളുപ്പില്ലാത്ത സാധനം ആൾക്കാർക്ക് നോക്കിയിട്ട് ഇരിക്കുന്നുണ്ട്. എടാ മലയാളം ഭാഷയാണ്. മലയാളത്തിൽ പറഞ്ഞോണ്ട് അത്ര വിഷയം, ഇംഗ്ലീഷിലാന്ന് എനിക്ക് മനസ്സിലാവില്ല. എടോ എന്താണ് നിന്റെ മുഖത്തൊരു മലയാളത്തിലെ വാക്കാണിത്. ആ ചേച്ചിയൊക്കെ നോക്കിയിട്ട് ഇരിക്കുന്നുണ്ട്. അത് മൈൻഡ് ചെയ്യണ്ട, ഇത് പറഞ്ഞാ മതി. പറഞ്ഞാ മതി. അഭിനയിക്കണം. പ്രിയേ മുണ്ടരുത്, അഭിനയിച്ച് കാണിക്കുന്നാല്. ആ പ്രിയേ, എന്താ നിന്റെ മുഖത്തൊരു പാവം? ഇങ്ങോട്ട് വാടാ, ഇങ്ങോട്ട് വാ. അനക്ക് ഇതല്ലാതെ വേറെ എക്സ്ട്രാ കരിക്കുലർ ആയിട്ട് എന്തെങ്കിലും കഴിവുണ്ടോ? മുണ്ടല്ലെന്ന് ആരോടും പറയരുത്, ഞാനാ നിർത്തി. എടാ എക്സ്ട്രാ കരിക്കുലർ ആയിട്ട് എന്തെങ്കിലും ഉണ്ടോന്ന്? കരിക്ക് കക്കുന്ന കാര്യം നിങ്ങളോട് ആരാ പറഞ്ഞത്? എടാ ഇതല്ല, നിനക്ക് സിനിമയിൽ അഭിനയിക്കാൻ വേറെ എന്തെങ്കിലും കഴിവുകൾ ഉണ്ടോന്ന്? ഞാൻ മിമിക്രി അവതരിപ്പിക്കുന്നതാറേ. മിമിക്രി ആണോ? മിമിക്രിയിൽ എന്താണ് ചെയ്യുന്നത്? അപ്പൊ ഇഷ്ടപ്പെട്ട ചാൻസ് തരൂ. ഇഷ്ടപ്പെട്ട ഞാൻ ആലോചിക്കും ചാൻസ് തരണ വേണ്ടതെന്ന്. പ്രകൃതിയിലെ വ്യത്യസ്തമായ ശബ്ദങ്ങൾ അനുകരിക്കും സാറേ. വ്യത്യസ്തമായ ശബ്ദങ്ങളാണോ? എന്താണ് സംഭവം? എന്താണ്? ആദ്യമായിട്ട് പക്ഷികളെ വെറൈറ്റി ശബ്ദങ്ങൾ. പക്ഷികളുടെ വെറൈറ്റി ശബ്ദമാണോ? ഇതിന് കുറച്ച് ഡിലേ തരണം. കുറച്ച് ഡിലേ. ഓക്കെ 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 ഓക്കെ.
സ്വാഹയോ? അടുത്ത നമ്മൾ മീൻ മുറിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ മീൻ മുറിച്ചുകൊണ്ടിരിക്കുമ്പോഴോ? ആ, നമ്മളങ്ങനെ മീൻ മുറിക്കാറില്ലല്ലോ. പിന്നെ നിങ്ങൾക്ക് എന്താ പരിപാടി? എന്റെ വീട്ടിൽ ഞാൻ അങ്ങനെ മീൻ മുറിക്കലൊന്നുമില്ല. പിന്നെ എന്താ പാത്രം തേച്ച് മുറ്റടിച്ചു വരാ, അങ്ങനെ അല്ലാതെ മീൻ മുറിക്കാനൊന്നും നിന്നെ കിട്ടൂല. കോട്ടുകൈ ഏ എന്റെ ഭാര്യന്റെ വീട്ടിൽ ഞാനാ മുറ്റടിച്ച് വരിക. മുറ്റടിച്ച് വരില്ലേ ഭാര്യന്റെ അമ്മേനെ തല്ലും, ഭാര്യന്റെ അടുത്തിൽ എന്നെ ചൂലോണ്ട് കുത്തൊക്കെ ചെയ്യും. എടാ അതൊക്കെ ഇവിടെ പബ്ലിക്കായിട്ട് വിളിച്ചു പറയാൻ പാടില്ല, ആൾക്കാർ കേട്ടാ മോശമല്ലേ? എന്ത് മോശം, എനിക്ക് കിട്ടിയ ഞാൻ തുറന്ന് പറഞ്ഞു. കൂട്ടത്തിൽ കിട്ടി ഞാൻ മിണ്ടാണ്ട് നടക്കുന്ന എത്ര എണ്ണ കുത്തിരിക്കുന്ന നോക്കുക. ആ അപ്പൊ മീൻ മുറിച്ചുകൊണ്ടിരിക്കുന്ന പൂച്ചയുടെ ശബ്ദമാണ്. കാണുമ്പോ സങ്കടം വരെ. പൂച്ചയുടെ അടുത്ത് ഇങ്ങനെ വന്നിരിക്കും. എങ്ങനെ? അയ്യോ, ഈ സമയത്ത് മറ്റൊരു പൂച്ച വന്ന ശബ്ദത്തിൽ വ്യത്യാസം ഉണ്ടാവും. ടോണ് മാറും. പടുത്ത പൂച്ച. അത് പോയിക്കോട്ടെ. അങ്ങനെ പൂച്ചനൊക്കെ എറിഞ്ഞ് ഓടിച്ച് അടുത്ത രാത്രി കാലങ്ങളിൽ പെൺപൂച്ച തേടി വരുന്ന കണ്ടംപൂച്ചയുടെ ശബ്ദമാണ് പ്രണയം. ലൈനടി ഇതൊക്കെ ഞങ്ങൾ പറയും. രാത്രി കാലങ്ങളിൽ പെൺപൂച്ച തേടി കണ്ടംപൂച്ച എങ്ങനെ വരും? എങ്ങനെ വരും? ആ രാത്രി പോയി നല്ല പരിചയല്ലേ? ഈ പ്രണയം ഇവിടെ അവസാനിച്ചു കൊടുത്ത പ്രസവമാണ്. പൂച്ച പ്രസവിക്കോ? അല്ല, പൂച്ച മുട്ടറിലാണല്ലോ. ആ എടാ എന്റെ ഭാവനയിൽ, മിമിക്രിക്കാരുടെ ഭാവനയിൽ. ആ മെഡിക്കൽ കോളേജിലേക്ക് അയക്കും. ഒന്ന്, രണ്ട്, മൂന്ന്, നാല്, അഞ്ച്. കൺഗ്രാറ്റുലേഷൻ, നിങ്ങൾ അച്ഛനായിരിക്കുന്നു. പൂച്ചനെ പറ്റിട്ട് നിന്റെ തലയിലാക്കണ്ട. ഒരാവേശം പറഞ്ഞു നീ ആവേശം പറയരുത് കേട്ടോ, ഇല്ല. അല്ലെങ്കിൽ ഓരോ പ്രശ്നമുള്ള ആളാ ഞാൻ. അടുത്ത പട്ടികളുടെ ശബ്ദമാണ്. അതാ എന്റെ മുഖത്തിന് നന്നാവുക. ഇന്ന് പണക്കാരനും പാവപ്പെട്ടവരൊക്കെ പട്ടികൾ വളർത്തുന്നുണ്ട്. ഈ രണ്ട് വീട്ടിലെ പട്ടികൾക്ക് രണ്ട് ശബ്ദ വ്യത്യാസങ്ങളുണ്ട്. ശബ്ദ വ്യത്യാസമുണ്ട്. ഒന്ന് പരിചയപ്പെടാം. ആദ്യമേ ഒരു പാവപ്പെട്ടവന്റെ വീട്ടിലെ പട്ടി. അടുത്തൊരു പണക്കാരന്റെ വീട്ടിലെ പട്ടി. അതെങ്ങനെയാണ്? ഏതവന്റെ വീട്ടിലെ പട്ടിയായാലും വിശന്ന് കഴിഞ്ഞ ഒരു ശബ്ദം ഉണ്ടാവും. ഈ ശബ്ദം. ഏത് ശബ്ദം? അടിപൊളിയുണ്ട്. അടുത്ത കൈക്കുഞ്ഞുങ്ങളുടെ ശബ്ദമാണ്. കൈക്കുഞ്ഞുങ്ങളുടെ ശബ്ദം, കൊച്ചു കുഞ്ഞുങ്ങളുടെ ശബ്ദം. ഈ കുഞ്ഞിനെ ഒരു 2-3 മാസം പ്രായം ചെന്ന് കഴിഞ്ഞാൽ മറ്റൊരു ശബ്ദമായിരിക്കും. ശബ്ദ വ്യത്യാസം ഉണ്ടാവും. ശബ്ദ വ്യത്യാസം. ചില കുഞ്ഞുങ്ങൾ ഇങ്ങനെ വെറുതെ വാശി പിടിക്കാണ്ട് കരയും. വെറുതെ കരയാ. ഇങ്ങനെ കരഞ്ഞു കൊടുക്കുന്ന ചില കുഞ്ഞുങ്ങൾ ഒരു കൈ കൊണ്ട് വായിക്ക് അടിച്ചുകൊണ്ട് കരയും. അതെങ്ങനെയാണ്? അപ്പോഴാണ് ശബ്ദ വ്യത്യാസം. ഈ കുഞ്ഞുങ്ങളൊക്കെ കരഞ്ഞു കൊടുക്കും. നമ്മളെന്ത് ചെയ്യും? ഒരൊറ്റ അടി കൊണ്ട് കൊടുക്കും. അല്ല, അമ്മിഞ്ഞപ്പാല് കൊടുക്കും. ആ ഒറ്റ വിചാരം നോക്കി അടിയിട്ട് ആന്ന് പറയരുത്. കുട്ടിയുടെ കരച്ചിലും അമ്മയുടെ താരാട്ട് പാട്ട് ഒരേ സമയം ഡബിൾ വോയിസ്. അതെ. അടിപൊളി. കുഞ്ഞിറങ്ങാണ്. അടുത്തൊരു എക്സ്ട്രാ ബ്ലേഡ് വെച്ച് PVC പൈപ്പ് കട്ട് ചെയ്യുന്ന ശബ്ദമാണ്. കട്ട് ചെയ്യുന്ന ശബ്ദം. അതെ. എങ്ങനെയാണ്? ഇതേപോലെ വെച്ച് പ്ലൈവുഡ് കട്ട് ചെയ്യും.
അപ്പൊ ഉണ്ടാവുന്ന വ്യത്യാസം. അതെ. ആ. ഇതേ ബ്ലേഡ് അലുമിനിയം ചാനൽ കട്ട് ചെയ്യും. അലുമിനിയം ചാനല്. അടുത്ത ടീഷർട്ടിന്റെ സിപ്പ് വലിക്കുമ്പോൾ ശബ്ദമാണ്. ടീഷർട്ടിന്റെ സിപ്പ്. അതെ. ഈ ടീഷർട്ട് വികൃതിയെ കുട്ടിയാണ് ഉപയോഗിക്കുന്നത്. എന്താ ചെയ്യാ? അവര് ടീഷർട്ട് ഇട്ട് കഴിഞ്ഞാൽ ഇങ്ങനെ വലിച്ചു കളിക്കുന്നൊരു കേട് വരുത്തു. അപ്പൊ കേട് വന്നു കഴിഞ്ഞാലോ പോയി മാമനോ അയ്യോ രക്ഷപ്പെട്ടു. അടിപൊളി. അവസാനമായിട്ട് ഒരു പൂച്ച പാട്ട് പാടുന്ന ഇഷ്ടമാണ്. അവസാനമായിട്ട് പൂച്ച പാട്ടും പാടോ? ഏത് പാട്ടാന്നറിയോ? ഏത് പാട്ടാണ്? എന്റെ കൽവിലെ വെണ്ണിലാവുന്ന ഈ നല്ല പാട്ടുകാരാ. ഈ പാട്ട് പൂച്ച പാടും. ഈ പാട്ട് പൂച്ച പാടും. അതെ. അടിപൊളി. ആളെ പേടിപ്പിക്കണ്ട. എന്നോട് അത്ര നേരം പറഞ്ഞു ആളെ പേടിപ്പിക്കരുത്. മര്യാദയ്ക്ക് ഇവിടെ നിന്ന് മിമിക്രി ചെയ്ത് പോയാ പോരെ? മര്യാദയ്ക്ക് പോയാ പോരെ? അണക്ക് ഞാൻ വന്നപ്പോ മുതൽ എടുത്തു വെച്ചൊരു സാധനം ഉണ്ട് ഇവിടെ. എന്തായാലും ഇവിടെ ഇത് അവതരിപ്പിക്കാൻ വേണ്ടി വന്നല്ലേ അല്ലേ? അപ്പൊ എന്തായാലും സിനിമയിലെ ചാൻസ് ഇല്ല. അണക്ക് പകരം ഞാൻ വേറൊരു സാധനം തരാം. പരിപാടിയായിട്ട് പാത്ത് കണ്ടുവരുത്. പോടാ, ഞാൻ ഇവിടുന്ന് പോവും. പേരുകെട്ട വില്ലനാണ് എന്റെ ഇവിടെ ഏട്ടെ. എന്റെ ഏട്ടെ? എന്റെ ഏട്ടൻ പേരുകെട്ട വില്ലനാണ് ഇവിടെ. പെടുത്തിയോ? എന്റെ ഏട്ടന്റെ പേരെന്താണ്? കിൻഡൽ ജോയ്. കിൻഡർ ജോയോ? ആ കുട്ടി മിഠായിലടാ. അത് കിൻഡർ ജോയ്. കിൻഡൽ ജോയ് പേരുകെട്ട വില്ലനാണ്. ഓടാ ഇവിടുന്ന്. വെറുതെ വിടൂല. ഏട്ടനോ? ഏതേട്ടൻ? ഓടാ ഇവിടുന്ന്. വെറുതെ പറയാ. എന്താ ഏട്ടനൊന്നും ഉണ്ടാവില്ല. എന്താണ്ടത്? അല്ല ഞാൻ ഒന്നും ചെയ്തില്ല. ഇപ്പൊ ഇങ്ങനെ വന്നിട്ട് പേടിപ്പിച്ച. അല്ല അറിയാണ്ട് ഒന്നും ഉണ്ടായതല്ല കേട്ടാ. അല്ല അതല്ല. നോക്കി പിന്നെ ഓനൊരു സുഖമില്ലാത്ത കുട്ടിയല്ലടോ. എന്തിനാണ്ട് അവൻ എങ്ങനെ അടിക്കുന്ന ദുട്ട? ദൈവത്തിന്റെ കോപം കിട്ടടാ എനിക്ക്. ദുട്ട ദൈവത്തിന്റെ കോപലടാ. ഞാൻ തരാടാ എനിക്ക്. ചാന്ത് കൂട്ടാ. ഔട്ട് ഓഫ് കവറേജ് ഏരിയ ആണ്. ഈ ഒരു നേരത്തോനെ കിട്ടൂല. ഹലോ ശശിയാ, ഞാനാണ്. ഞാൻ ഇന്ന് വരൂല. ഞാൻ രാവിലെ എണീറ്റപ്പോഴേ മേലും കൈയൊക്കെ ഒരു വേദന, ഒരു ചെറിയ ചൂടൊക്കെ ഉണ്ടേ. അപ്പം വീട്ടിൽ ഭാര്യയ്ക്ക് തക്കാളിയാണല്ലോ, മോക്ക് ഡെങ്കിയാണ്. അപ്പം എനിക്കിനി പന്നിയാവോ എന്ന് ഒരു ഡൗട്ട് ഉണ്ട്. അതാ അപ്പം ഈ ഒരു പണി ഈ പീടി തുറന്നോണ്ടി. പീടി തുറന്ന് വെച്ചോ. എന്നിട്ട് ഞാൻ ഡോക്ടറെ കാണിച്ചിട്ട് കുഴപ്പമൊന്നുമില്ലെങ്കിൽ ഞാൻ വരും കേട്ടോ. പിന്നെ നമ്മളെ സുധാരൻ വരും. നമ്മളെ മറ്റേ ഇടക്കിടക്ക് വരലില്ലേ സുധാരൻ? ഓൻ വരും. ഓൻ വന്നിട്ട് 5000 ഉറുപ്പ്യ ചോദിക്കും. കൊടുക്കരുത് ഓന്. പറഞ്ഞങ്ങോട്ട് കേട്ടാൽ മതി. കൊടുക്കരുത്. ഓനൊരു പണ്ടാരക്കാലനാ. പിന്നെ നമ്മളെ ട്രാവൽസിലെ സിസിലി വരും. സിസിലില്ലേ, ഓള് 2000 ഉറുപ്പ്യ ചോദിക്കും. ഒക്കെ കൊടുത്തേക്കണ്ടി. അതെന്തിനാണെന്ന് ഈ അറിയണ്ട. അതവിടെ എഴുതി വെച്ചാൽ മതി. എൻ്റെ അക്കൗണ്ടിൽ എഴുതിയാൽ മതി. ഞാൻ ആയിക്കോളൂ. അപ്പം ഞാൻ ബസ് സ്റ്റോപ്പിൽ നിൽക്കുക. ബസ് വന്നാൽ ഞാൻ ഡോക്ടറെ അടുത്ത് പോകുന്നിട്ട് ഞാൻ കേട്ടോ. സുഖണ്ടേ ഞാനായിട്ട് വരിക. വെക്കട്ടെ. അപ്പോ അല്ല ആരാ? നമസ്കാരം. നമസ്കാരം. ഇതാരാ? ഈ കൂട്ടിലങ്ങാടി എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഇതാണ്. നിങ്ങളാരാ? മനസ്സിലായില്ല? ഇല്ല. ഇതെന്താ പ്രശ്നവേഷത്തിന് ഇറങ്ങിയതാ?
ഇത് സൂക്ഷിച്ചു നോക്കണോ, മനസ്സിലായില്ല? ഇല്ല, എനിക്ക് ഇതിനു മുമ്പൊന്നും ഇവിടെ പതില്ലല്ലോ അല്ലേ? ഇത്ര നേരമായിട്ട് എന്നെ മനസ്സിലായില്ല? ഇല്ലാന്ന്. എടോ, ഞാനാണ് കാലൻ. കാലനോ? ആ. ഏത് കാലൻ? ഏത് കാലം എന്ന് ചോദിക്കാൻ നീ എത്ര കാലിനെ അറിയൂ? അല്ല, എനിക്കറിയുന്ന ഒരു കാലനെ, ഈ ജീവനൊക്കെ കൊണ്ടുപോണ ഒരു കാലം. ആ, ജീവൻ കൊണ്ടുപോണ കാലം തന്നെയാ ഞാൻ. അതേത്? ഇതെന്താ കൂട്ടിലങ്ങാടിയില്? ഞാനിവിടെ ഈ കൂട്ടിലങ്ങാടിയിൽ തനിക്കൊരു ഇവിടെ ഒരു സുരേഷിനെ പരിചയമുണ്ടോ? ഒരു സുരേഷോ? കൂട്ടിലങ്ങാടിയിലോ? ഇവിടെ ഒരു 10-14 സുരേഷ്. അങ്ങനെയല്ല, കൃത്യമായിട്ടുള്ള അഡ്രസ് ഞാൻ അഡ്രസ് നോക്കി. സുരേഷ്, അച്ഛന്റെ പേര് പത്മതലാക്ഷൻ, വയസ്സ് 29. ഇത് നമ്മളെ പപ്പേട്ടന്റെ മോൻ. ഏത് പത്മേട്ടന്റെ? റിട്ടയർഡ് ആയ പപ്പേട്ടെ മുപ്പര മോൻ സൈക്കിളിന്റെ റിപ്പയർ സുരേഷ്. ആണോ? എന്റെ കമ്പനിയാ. സുരേഷിനെ അറിയാം. ഓനെന്തിനാ? സുരേഷിന്റെ സമയായി. സുരേഷിന്റെ സമയായിടോ. എന്തെത്താ കാലത്? കണ്ണു ചോരലാത്ത കൊണ്ടോവല. ഓൻ ഇന്നലെ കൂടി കല്യാണ പറയുന്നത് കണ്ടിട്ടുള്ളൂ. ഓന് ജലദോഷം കൂടി വന്നിട്ടില്ല. ഇന്നത്തെ കാലഘട്ടത്തിൽ ഒരാളെ കൊണ്ടുപോകണമെങ്കിൽ പ്രത്യേകിച്ച് അസുഖത്തിന്റെ ആവശ്യമൊന്നുമില്ല. ഞങ്ങൾക്ക് തോന്നിക്കഴിഞ്ഞാൽ അങ്ങോട്ട് കൊണ്ടുപോകും. ശരി, തോന്നിമാരി കൊണ്ടോവല. ഇവിടെ ചോദിക്കാനും പറയാൻ ആളില്ല അച്ഛട്ടാ. പണ്ടാര കാലത്ത് വെറുതെ ഞങ്ങൾ ജനങ്ങൾ വിളിക്കണേ. എടോ, അതല്ല, ഈ സുരേഷിന്റെ വീടറിയെങ്കില വീട്ടിലേക്കുള്ള വഴി അറിയട്ടല്ല കാല. ഇങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. ഈ നാട്ടിൽ സിഗരറ്റ് വലിക്കാത്ത, കള്ളു കുടിക്കാത്തൊരു ചെറുപ്പക്കാരൻ ആരാന്ന് ചോദിച്ചാൽ ഞങ്ങൾക്ക് ചൂണ്ടിക്കാണിച്ചു കൊടുക്കാൻ സുരേഷേ ഉള്ളൂ. അതെ, വലിയ വർത്താനൊന്നും പറയണ്ട. ഈ നാട്ടിൽ ഇപ്പൊ കള്ളു കുടിക്കുകയും സിഗരറ്റ് വലിക്കുകയും ചെയ്യുന്ന ചെറുപ്പക്കാരാ കൂടുതൽ കാലം ജീവിച്ചിരിക്കുന്നത്, അതറിയോ? നാട്ടിലുള്ള ചെറുപ്പക്കാരൊക്കെ ഈ ഒരു ശീലം തുടങ്ങിയപ്പോ ഞങ്ങൾക്ക് അവിടെ പണിയൊന്നും ഇല്ലാണ്ടായി. നമ്മൾ വെറുതെ ഈച്ചേനാട്ടിട്ട് ഇങ്ങനെ ഇരിക്കുകയല്ലേ. അപ്പൊ ഇവിടെ നാളെ കൊണ്ടുപോകാൻ എന്തെങ്കിലും ഒരു കാരണം വേണം. അതിനുവേണ്ടി ഞങ്ങൾ എന്ത് ചെയ്തു? ആദ്യമായിട്ട് കുറെ പനി ഇങ്ങോട്ട് റിലീസ് ചെയ്തു. പനിയായിട്ട് നിങ്ങൾ ഒരു 13 ആളെ കൊണ്ടായില്ല. ഞാൻ പറഞ്ഞുതരാം. H1N1 അല്ലേ, പന്നിപ്പനി വന്നു, ഡെങ്കിപ്പനി വന്നു, പക്ഷിപ്പനി വന്നു, തക്കാളിപ്പനി വന്നു. അടുത്ത ആഴ്ച പുതിയ വരാൻ പോവുക ബീട്രൂട്ട് പനി. ഇങ്ങനെ ഇവിടുന്ന് കുറെ പനി ഉണ്ടാക്കിയിട്ട് ഇവിടെ നാളെ കൊണ്ടുപോയില്ലെങ്കിൽ ഞാൻ അവിടെ വെറുതെ ഇരിക്കേണ്ടി വരില്ലേ? അല്ല, എന്നാലും ഈ സുരേഷിനെ കൊണ്ടുപോകാൻ പറഞ്ഞാൽ സുരേഷിന്റെ വീടറിയെങ്കിൽ ആ വീട്ടിലേക്കുള്ള വഴി കാണിച്ചാടോ. വീടറിയറ്റല്ല, ഓന്റെ വീട്ടിലേക്ക് നിങ്ങൾക്ക് പോകാൻ പറ്റൂല. ഓന്റെ വീട് നിറയെ ജപ്പാൻകുഴിയാ. ജപ്പാൻകുഴി അറിയില്ല? നിങ്ങളെന്താ പോത്തിനെ കൂട്ടാഞ്ഞ്? അങ്ങനെ ചോദിക്ക്. വിവരമുള്ള ആരെങ്കിലും കേരളത്തിലെ റോട്ടിലേക്ക് പോത്തിനെ കൊണ്ടുവരും? ഇവിടെ പോത്തറ്റം വല്ല കുഴിയിലും വീണ് കഴിഞ്ഞാൽ ഇത് നന്നാക്കാൻ പറ്റുന്ന സാധനമൊന്നുമല്ല. പോത്തല്ല, നിങ്ങൾക്കും പോകാൻ പറ്റില്ല. നിങ്ങളെ കൊമ്പ കൊടിഞ്ഞു പോകും അതിലെ പോയാല്. സുരേഷിന്റെ വീട് അല്ല, ഞാനൊരു പണി ചെയ്യാം. സുരേഷിനെ വിളിക്കാം. ഓന് നമ്പർ ഉണ്ട്, ഓന് മൊബൈൽ ഉണ്ട്. ഞാൻ ഓനെ വിളിച്ചിട്ടേ ഓനോട് ഇങ്ങോട്ട് വരാൻ പറയാം. നിങ്ങൾക്ക് ഇവിടുന്ന് അങ്ങോട്ട് കൊണ്ടുപോവാലോ. ഞാനാണ് ഇതുവരെ ഒരാളെ കൊണ്ടുപോകണേ കണ്ടിട്ടില്ല. ഞാനൊരു പണി ചെയ്യാം. ഞാൻ വിളിക്കുമ്പോഴേക്കേ സുലൈമാനെ, നമ്മുടെ സുലൈമാന്റെ പീടിയാണ് കാണുന്നത്. സുലൈമാന്റെ പീടിയ അവിടെ ഒരു മോരുമെള്ളം കുടിച്ചോളിക്കള്. വേണോ? കുടിച്ചോളി, ഇന്റെ വകയാ, കുടിച്ചോളി. ആദ്യമായിട്ട് നമ്മുടെ നാട്ടിൽ വരികയല്ലേ. വല്ലാത്തൊരു സാധനം, നേരിട്ട് നടക്കിയ ആൾക്കാരെ കൊണ്ടുപോവാൻ. ഹലോ സുരേഷാ, ആ മോനെ ടൗസറൊക്കെ എടുത്തിട്ടോ, കാലം വന്നിക്കണ്. ആ കാലൻ ജീവൻ കൊണ്ടോണ കാലൻ ഇതാ അന്നെ കൊണ്ടാവാൻ എൻ്റെ അച്ഛൻ്റെ പേരും എൻ്റെ നാളും പേരൊക്കെ പറഞ്ഞിക്കണ്. എടോ, ശരിക്കും കാലിനോട് കൊമ്പൊക്കെ ഉണ്ട്. അതാ നമ്മളെ സുലൈമാന്റെ വീട്ടിൽ നിന്ന് മോരുമെള്ളം കുടിക്കണതാ. കാര്യമായിട്ട് പറയാ. അയ്യൊരു പണിതോ, വീട്ടിൽ നിന്ന് വിട്ടോ. വീട്ടിൽ നിന്ന് എങ്ങോട്ടച്ച പോയിക്കാള്. ഞാൻ ഐഡിയ ഇട്ടതാ മൂപ്പർ അങ്ങോട്ട് പറഞ്ഞേച്ചേ. വീട്ടിൽ നിന്നാ മൂപ്പർ എന്നെ കൊണ്ടുപോയി. എങ്ങോട്ടച്ച പോയിക്കാൾ കേട്ടോ. എങ്ങോട്ടച്ച പോയിക്കോളെ, എങ്ങോട്ടും ചോദിക്കാൻ എന്നോട്. ജീവനല്ല എമ്പക്ക് വലുത്. ആ 2-3 മുണ്ട് ഷർട്ടൊക്കെ എടുത്തിട്ട് പോയിക്കാള്. ഔട്ട് ഓഫ് കവറേജ് ഏരിയ ആയിക്കോട്ടെ. പിടുത്തം കിട്ടരുത് കാലിന്. വിട്ടോ. പിന്നെ പെട്ടെന്ന് വിട്ടോ. ഈ പോണ വരെ ഞാൻ മൂപ്പറെ പിടിച്ചു വെച്ചോളൂ. ശരി, ഇങ്ങനെ കൊണ്ടായ ശരിയാവുമോ? എങ്ങനെയുണ്ട് മോരുവെള്ളം? എങ്ങനെയുണ്ട് മോരുവെള്ളം? കുഴപ്പമില്ല. സുരേഷിന്റെ കാര്യം എന്തായി? കുളിക്കുക ഞാൻ നേരെ അങ്ങോട്ട് വരാം. ഇവിടുന്ന് അങ്ങോട്ട് കൊണ്ടുപോവാം നിങ്ങൾക്ക്. ശരി, അതെ, ഇങ്ങോട്ട് വരാന്ന് പറഞ്ഞു. അതുവരെ എമ്പക്ക് വർത്താനം പറഞ്ഞിക്കാലോ. ഞാൻ ബസ്സിനകത്തേക്കേനെ. ഞാൻ ആദ്യമായിട്ട് കാണാ കാലിനെ. നിങ്ങൾ ശരിക്കും കാലം തന്നെയാ? എന്തോ ഒരു സംശയം, ഞാൻ കാലിനാണെന്നുള്ള കാര്യത്തിൽ എന്തോ എന്റെ തെളിവുണ്ടോ? ഇതെന്താ? എന്റെ ഐഡന്റിറ്റി കാർഡാ. സൂക്ഷിച്ചു നോക്കൂ. അവിടെ കാർഡൊക്കെ ഉണ്ട്. കാർഡൊക്കെ ഉണ്ട്. അതാ കൊമ്പു, അതാ പോത്തതാ. അത് ശരിക്കും കാലം തന്നെയല്ലേ? പക്ഷെ നിങ്ങൾ സിനിമയിലും സീരിയലും കാണും പോലെ നല്ല കേട്ടോ. സിനിമയിലും സീരിയലൊക്കെ നിങ്ങൾക്ക് നല്ല തടിയുണ്ട്. ഇതെല്ലാം കൂടി സാധ്യപടി പോലെ അയക്കണം. എടോ, ഞാൻ ആദ്യം മുതലേ ഇങ്ങനെ തന്നെ, മനസ്സിലായില്ലേ? ഞാൻ മെലിഞ്ഞിട്ടാണ്. സിനിമാക്കാര് തടിച്ച ആളെ വെച്ച് ഷൂട്ട് ചെയ്യുന്ന എന്റെ കുറ്റമല്ലല്ലോ. നിങ്ങൾ പ്രസവത്തിലെ എങ്ങനെയാണ് അല്ലേ? ഞാൻ പ്രസവത്തിൽ എങ്ങനെയാണോ പ്രസവത്തിലല്ലാണെന്ന് നോക്കണ്ട കേട്ടോ. ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾക്ക് ഇവിടുന്ന് ഒരാളെ കൊണ്ടായ എന്തിട്ടു? ശമ്പളം? ഇവിടുന്ന് ഒരാളെ കൊണ്ടായാലേ ശമ്പളം എന്തിട്ടു? ഇത് ഞങ്ങൾ പണത്തിന് വേണ്ടി ചെയ്യുന്ന കാര്യമല്ല. ഇത് ഞങ്ങളുടെ കർമ്മമാണ്. പ്രതിഫലം കിട്ടൂല, പൈസ കിട്ടൂല. ഇല്ല, ഇവിടെ ഒന്നും ആരും അതിന് കിട്ടൂലേ. ഇവിടെയൊക്കെ പൈസക്ക് പണിയെടുക്കുന്ന ആൾക്കാരാ. പിന്നെ ഞങ്ങൾ ഇവിടുന്ന് മരിച്ചു കഴിഞ്ഞാൽ മൂക്കിൽ പഞ്ഞി വെക്കല്ലോ. നിങ്ങൾ എന്താക്കൂ? ആ പഞ്ഞി ഞങ്ങൾ എവിടെ എത്തും എടുക്കൂ. അവിടെ നിർത്താളൂ. കാൽമല കെട്ടോ? കാൽമല കെട്ടഴിക്കൂ. ഇവിടെ ഒരു കെട്ടി വെക്കല്ലേ നിങ്ങൾ? അതോ അതും അഴിക്കൂ. അപ്പൊ ഞങ്ങൾ വെറുതെ പണിയെടുക്കുക. അവിടെ ഞങ്ങളോട് ആരെങ്കിലും പറഞ്ഞു കണ്ട വിവരക്കേടൊക്കെ ചെയ്തു വെക്കായി. അത് ശരി. ബാക്കിയുള്ളവൻ അവിടെ പണി ഉണ്ടാക്കാൻ വേണ്ടി. ഒരു മിനിറ്റ്.
ഫോണോ? ഹലോ, ആ ചിത്രഗുപ്ത, ഹാപ്പി ന്യൂ ഇയർ, ഹാപ്പി ന്യൂ ഇയർ. ഇല്ല, ഞാനിത് അവിടെ ഉണ്ട്, കൂട്ടിലങ്ങാടിയുള്ളത്. ആളെ കിട്ടിയില്ല, ഇപ്പൊ വരും. ഇപ്പൊ വരും. അപ്പൊ കിട്ടും. വന്നു കഴിഞ്ഞാൽ ഞാൻ വിളിക്കാം. ഇല്ല കുഴപ്പമില്ല, കുളിക്കാന്ന് പറഞ്ഞു. കുളിച്ചിട്ട് ഇങ്ങോട്ട് വരണം. ഇല്ല കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ വിളിച്ചോളാം. പിന്നെ ഇന്നലെ വന്ന 3 ആളുണ്ടല്ലോ, അവരെ കാലിൽ കെട്ടഴിക്കണ്ട. അത് സിനിമാറ്റിക് ഡാൻസിന്റെ ചെറുപ്പക്കാരാ. വെറുതെ അവിടെ കിടന്ന് ചാടി കളിച്ചു കഴിഞ്ഞാലേ നമ്മുടെ പ്രായം ചെന്ന ആൾക്കാർക്കൊക്കെ ഒരു ബുദ്ധിമുട്ടാവില്ലേ? അതുകൊണ്ടാ. ഓക്കെ, ഞാൻ വിളിച്ചോളാം. ശരി. ആരാ? ചിത്രഗുപ്ത. അത് ശരി, അങ്ങോട്ട് റേഞ്ച് ഉണ്ട്. പിന്നെ നല്ല റേഞ്ച് അല്ലേ? പിന്നെ ഭയങ്കരല്ലേ. കാലം പോയൊരു പോക്കില്ലേ കാല? അല്ല കാലേട്ടാ. അങ്ങനെ വിളിക്കും, മര്യാദക്ക് വിളിക്കും, ബഹുമാനിക്കാൻ പഠിക്കും. ഞാൻ ചോദിക്കട്ടെ, ഇവിടുന്ന് ഈ മരിച്ചിട്ട് ഞങ്ങൾ ഇങ്ങനെ വരൂലേ? വരും. എന്നിട്ട് ഈ സ്വർഗത്തിലേക്കും നരകത്തിലേക്കും തിരിക്കും. അതായത് ഇവിടെ നിന്ന് ഒരാൾ അങ്ങോട്ട് മരിച്ചു വന്നു കഴിഞ്ഞാൽ അയാളെ സ്വർഗത്തിലേക്ക് വിടണോ നരകത്തിലേക്ക് വിടണോ എന്നുള്ള ഞാനാ തീരുമാനിക്കുക. നിങ്ങളാണ്? ഞാനാ തീരുമാനിക്കുക. ശരി. അപ്പൊ ഞാൻ എന്തെങ്കിലും അങ്ങോട്ട് വരികയാണെങ്കിലേ എന്നെ മെല്ലൊന്ന് സ്വർഗത്തിലേക്ക് ആക്കി തരണം. അങ്ങനെ പെട്ടെന്ന് സ്വർഗത്തിലേക്ക് ആക്കാനൊന്നും പറ്റില്ല. അതിനൊക്കെ ചില ഒരു മാമൂലുകളൊക്കെ. എന്നെ വേണ്ട രീതിയിൽ കാണുന്ന ആളുകളെ മാത്രമേ ഞാൻ സ്വർഗത്തിലേക്ക്. എങ്ങനെ കാണൂ? എന്ത് പൊട്ടിക്കാന്ന്? കുപ്പി പൊട്ടിച്ചാൽ ഉടനെ വീഴുന്ന ആളാ ഞാൻ. എന്നോട് ആരാടാ പറഞ്ഞു? നിന്റെ പേരൊന്ന് പറ, ലിസ്റ്റ് ഒന്ന് നോക്കട്ടെ. നിന്റെ പേര് പറ. നിന്റെ പേര് പറ, ലിസ്റ്റ് നോക്കട്ടെ. അല്ല എന്തറിയോ? പേര് പറയണോ? കുപ്പി പൊട്ടിക്കണ്ട. പേര് പറയണോ? പേര് കുട്ടിക്കൃഷ്ണ. ഉണ്ടാവില്ല. അച്ഛന്റെ പേരെന്താ? അച്ഛനില്ലല്ലോ. അച്ഛൻ നിങ്ങൾ കഴിഞ്ഞ കൊല്ലം കൊണ്ടുപോയില്ലേ? കൊണ്ടുപോയി. അച്ഛൻ എവിടുന്ന് കൊണ്ടുപോയതാ? എവിടുന്ന്? കൂട്ടിലങ്ങാടി. എങ്ങനെ വേണ്ട വീണ്ട്? ശങ്കരന്റെ മോനാ ഞാൻ. അത് ശരി. പറയണ്ടേ ഒരു മിനിറ്റ്. കുട്ടിക്കൃഷ്ണൻ ഞാൻ ഉണ്ടാവില്ല. ഇല്ല, 10 കൊല്ലത്തേക്കില്ല. ഇപ്പഴാ ശ്വാസം നേരെ വീണേ. പിന്നെ നിന്റെ അച്ഛൻ നിങ്ങളെ മൊബൈലിൽ വിളിച്ചാ കിട്ടുവോ? അങ്ങനെ വിളിച്ചിട്ട് ഇവിടുന്ന് സംസാരിക്കാൻ പറയാൻ പറ്റൂല നമുക്ക്. ഞങ്ങൾക്ക് മാത്രമേ വിളിക്കാൻ പറ്റുള്ളൂ, വേറെ ആളെ വിളിച്ചിട്ട് അങ്ങനെ സംസാരിക്കാൻ പറ്റില്ല. അല്ല എന്നാലും നിങ്ങളെ മൊബൈലിൽ ഞങ്ങൾക്ക് മോരുമള്ളൊക്കെ പിടിച്ചെന്നല്ലേ? എന്റെ അച്ഛനോട് ഒന്ന് വർത്താനം പറയാൻ വിളിക്കാം, പക്ഷെ അധികം നേരം സംസാരിക്കില്ല. പെട്ടെന്ന് കട്ട് ചെയ്തോ. ആയിക്കോട്ടെ, നോക്കി കിട്ടിയാലോ? ഹലോ ശങ്കര, ഞാൻ നിന്റെ നാട്ടിലുണ്ട്. നിന്റെ മോൻ എന്റെ അടുത്തുണ്ട്, ഞാനൊന്ന് കൊടുക്കാം. എന്റെ മോനുണ്ടോ? എന്തൊക്കെയോ സംസാരിക്കാൻ. പെട്ടെന്ന് വെച്ചേക്കണേ. അച്ഛാ. മോനെ. അച്ഛാ ഞാനാ. എന്തൊക്കെയാണോ എനിക്കവിടെ? സുഖാണോ? സുഖം. അച്ഛാ കാലം ഇവിടെ നമ്മളെ പത്മേട്ടന്റെ മോനെ സുരേഷിനെ കൊണ്ടുപോകാൻ വേണ്ടി വന്നേനി. കണ്ടപ്പോ എനിക്ക് പോകേണ്ടി വന്നതാ. ഒരു പണി. പിന്നെ അച്ഛന്റെ പഴയ കമ്പനിക്കാരെ വീടൊക്കെ കാലിൽ കാണിച്ചു കൊടുക്കും. ഓരോട് പെട്ടെന്ന് കൊണ്ട് വരാൻ പറയും. അല്ല അച്ഛാ, ഓർക്കൊന്നും ഒരു സൂക്കേട് പോലും പിടിച്ചില്ല അച്ഛാ. സൂക്കേടൊന്നും വേണ്ടോ, ഓരോ ഹൈവേ കൂടെ 4 പ്രാവശ്യമാണ് നടന്നാ മതി എന്ന് പറഞ്ഞേക്ക്. പിന്നെ എന്തൊക്കെയാ? സുഖം തന്നെയല്ലേ നിനക്ക്? അച്ഛന് സുഖല്ലേ? അച്ഛന് സുഖാണോ? പരമ സുഖല്ലേ ഇവിടെ? പിന്നെ ഒരു കാര്യം ചെയ്യണം. അമ്മ എന്ത് ചെയ്യുന്നേ? അമ്മ പോയില്ല അച്ഛാ. അമ്മ പോയോ? എന്നിട്ട് അമ്മ ഇങ്ങോട്ടെത്തിയില്ലല്ലോ. അങ്ങോട്ടല്ല, അമ്മ സുബ്രഹ്മണ്യേട്ടന്റെ കൂടെ പോയി. പോവാടാ. അമ്മ സുബ്രഹ്മണ്യേട്ടൻ ഇടക്കിടക്ക് വീട്ടിൽ തിരിഞ്ഞു കളിക്കണ കാണുമ്പോ എനിക്ക് തോന്നിയിട്ട് അമ്മ കൂടെ പോകുന്നു. അമ്മ 41 വരെ കാത്തു, 42-ാം തീയതി പോയി. പോയില്ലേ? പിന്നെ ഒരു കാര്യം, ഈ കഴിഞ്ഞ 2 കൊല്ലം മുമ്പ് അർബൻ ബാങ്കിൽ 2 ലക്ഷം ഉറുപ്പിക എടുത്തില്ലേ ലോൺ? അത് തിരിച്ചടച്ചോ? അടയ്ക്കാൻ തുടങ്ങിയില്ല അച്ഛാ. എന്താണ്? അടയ്ക്കാൻ തുടങ്ങിയില്ല. അടച്ചില്ല. ഈ അടയ്ക്കൂലടാ. ഈ അങ്ങനത്തെ കുരുത്ത കെട്ട സാധന. ഈ പറഞ്ഞാ കേൾക്കൂല. കള്ളും കുടിച്ച് സിഗരറ്റും വലിച്ചങ്ങനെ നടന്നോ? ഒരു കാലം നന്നാവാൻ പോകില്ല. അല്ലാണ്ട് ജീവിച്ചിരിക്കുമ്പോഴേ സ്വര്യം തന്നില്ല, അവിടുന്ന് സ്വര്യം കെടുത്താ. ഇത് തന്നെയാ ഞാൻ പറഞ്ഞത്, ഇവിടുന്ന് ഫോൺ ചെയ്യണ്ട എന്ന് പറഞ്ഞ ഇപ്പൊ മനസ്സിലായില്ലേ? അല്ല ഞാൻ ചോദിക്കട്ടെ, നമ്മുടെ പ്രേം നസീർ എവിടെയാ? പ്രേം നസീർ അവിടെ സ്വർഗത്തിലാണ്. സ്വർഗത്തിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ആളാണ്. സിനിമയിൽ അഭിനയിച്ചില്ലേ മൂപ്പര്? പിന്നെ നമ്മുടെ വീരപ്പൻ നരകത്തിലാ. നരകത്തിൽ തന്നെ കിടക്കണോ? എന്തൊക്കെ കുലുമാലിതാക്കിയ ആളല്ലേ? ചോദിക്കുന്നുണ്ടോന്ന് തോന്നരുതേ. നമ്മുടെ സിൽക്ക് സ്മിതി എവിടെയാ? മനസ്സിലായി. എവിടെയാ? അവിടെ ഉണ്ട്. അവിടെ എന്താ പണി? ദേവലോകത്ത്. എന്താ പണി? ബാറിലെ ഡാൻസറാ. ഓ, ഓളെ കാണാൻ ഇനിയും 10 കൊല്ലം കാത്തിക്കണോ? ഒരു മിനിറ്റ്. ഹലോ. ഇല്ല എത്തിയിട്ടില്ല. ഞാനിപ്പോ നോക്കിട്ട് അങ്ങോട്ട് വിളിച്ചോളാം. ഓക്കെ. എടോ, ചിത്രഗുപ്തൻ വിളിച്ച് ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. സുരേഷിന്റെ കാര്യം പെട്ടെന്ന് നോക്ക്. അവൻ എന്താ വരാത്തെന്ന് മനസ്സിലായി. നോക്ക്. ഞാൻ ഒന്നും കൂടി വിളിച്ചോ. ഞാൻ അടുത്ത ആഴ്ച കൊണ്ടുപോകാനുള്ള കുറച്ച് ആൾക്കാരെ ലിസ്റ്റ് ഒന്ന് നോക്കട്ടെ. അടുത്ത ആഴ്ച ഇനിയും കൊണ്ടുപോകേണ്ട ആൾക്കാരെ നിങ്ങൾ വല്ലാണ്ട് ആളെ കൊണ്ടുകൊണ്ടിട്ടോ പണ്ടാരക്കാല. എപ്പോ സുരേഷേ എവിടെ എത്തി? സ്റ്റേഷനിലെത്തി? മണ്ടിട്ടിയോ? അവന്റെ മോനെ കാലം എന്റെ മുന്നിൽ വന്ന് വിട്ട എന്റെ ഭാഗ്യ. പോയി വിട്ടോ. ജീവൻ അമ്പക്ക് വലുത്. അങ്ങനെ അങ്ങോട്ട് കൊണ്ടുപോകാൻ ശരിയാവില്ലോ. ഏതാ വണ്ടി? മദ്രാസ് മെയിലോ? ആയിക്കോട്ടെ, വിട്ടോ. പിന്നെ എത്ര മണിക്ക് അടുത്തു? നാളെ രാവിലെ 7:30. ആയിക്കോട്ടെ. പിന്നെ ഒരു അറിയിപ്പുണ്ടാവണവർ ഇങ്ങോട്ട് വരരുതിട്ടോ. ഞാൻ വിളിച്ചതിന് ശേഷം ഇങ്ങോട്ട് വന്നാൽ മതിയേ. ആയിക്കോട്ടെ. കാലം എന്തായി? പാവോ, ആളെ കൊണ്ടുപോകാൻ വന്ന ആളാ ചൂടിയേറ്റ്.
എന്തായിടോ? എന്ത് സുരേഷിന്റെ കാര്യം? ഏത് സുരേഷ്? ഏത് സുരേഷ് എന്നോ? ഈ കൂട്ടിലങ്ങാടിയിലെ പത്മതലാക്ഷന്റെ മകൻ സുരേഷ്. അപ്പൊ കിട്ടും നിങ്ങക്ക്. എന്താ അപ്പൊ കിട്ടും. എന്ത് കിട്ടുന്നു? അല്ലാണ്ട് കൊണ്ടുപോകും സുരേഷിനെ. എന്താ ഓന്തിനെ പോലെ നിർമാറി കളിക്കരുത്, കാര്യം പറ. ഇന്റെ കാല ഈ കുട്ടിക്കൃഷ്ണന്റെ മുന്നിലല്ലേ വന്ന് പെട്ട്. അതിനെന്താ? ഈ കുട്ടിക്കൃഷ്ണൻ ആരാ മോയി? എന്താ സുരേഷിനെ ഞാൻ ഇവിടുന്ന് പാക്ക് ചെയ്ത്. എങ്ങോട്ട് പാക്ക് ചെയ്ത്? നിങ്ങൾ നേരത്തെ മോരുമളം കുടിക്കാൻ പോയില്ലേ, ആ ഗ്യാപ്പില് ഓണം ഞാൻ ഇവിടുന്ന് മദ്രാസിലേക്ക് കയറ്റി. എങ്ങോട്ട്? വണ്ടി കയറ്റി മദ്രാസിലേക്ക്. മദ്രാസിലേക്ക് വണ്ടി കയറ്റി വിട്ടു? ഓപ്പ മദ്രാസിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ട് ഔട്ട് ഓഫ് കവറേജ് ഏരിയയിലേക്ക്. സുരേഷിനോ? നാളെ രാവിലെ 7:30 മണിയാകുമ്പോഴേ മദ്രാസിലെത്തും. നാളെ രാവിലെ 7:30 മണിക്ക് സുരേഷ് മദ്രാസിലെത്തും. ഉറപ്പാ? ഉറപ്പാ? ചിരിക്കുക മോയന്തായിട്ടു മോയന്തായിട്ട് ചിരിക്കുക കാല. എന്തേ കാല ഈ കാര്യം പറയും. നീ എന്താടാ വിചാരിച്ചത്? ഈ കാലനായി ഞാൻ വെറും പൊട്ടനാന്ന് വിചാരിച്ചോ? എടാ, ഈ പറയുന്ന കൂട്ടിലങ്ങാടിയിലെ പത്മതലാക്ഷന്റെ മകൻ സുരേഷ്, വയസ്സ് 29. നാളെ രാവിലെ 7:30 മണിക്ക് മദ്രാസ് റെയിൽവേ സ്റ്റേഷനിൽ വണ്ടി ഇറങ്ങുമ്പോ കാല് തെറ്റി പ്ലാറ്റ്ഫോമിൽ വീണ് അവിടെ നിന്ന് ചതഞ്ഞരഞ്ഞ് മരിക്കേണ്ട ആളാ. ഈ നാളെ മരിക്കേണ്ട ആളെന്താ ഈ സമയമായിട്ടും കൂട്ടിലങ്ങാടി തന്നെ തിരിഞ്ഞു കളിക്കുന്നതെന്ന് അറിയാൻ വേണ്ടി വേറൊരു വഴിക്ക് പോകുമ്പോ വെറുതെ ഒന്ന് ഇറങ്ങി നോക്കിയതാ ഞാനിവിടെ. അപ്പൊ ഏതായാലും നീയായിട്ട് ഫോൺ ചെയ്ത് അവനെ പറഞ്ഞയച്ച സ്ഥിതിക്ക് ഞാനിപ്പോ നേരെ മദ്രാസിലേക്ക് വിളിച്ചിട്ട് കാര്യമില്ല. അവൻ ഔട്ട് ഓഫ് കവറേജ് ഏരിയ അല്ലേ. ഞാൻ എന്തായാലും മദ്രാസിലെത്തി സുരേഷിന്റെ ആത്മാവിനെയും കൊണ്ട് പോകും. ഇനി ഒരു 10 കൊല്ലം കഴിഞ്ഞ് ഞാൻ വരും. അന്ന് നിന്നെ കൊണ്ടുപോകാനായിരിക്കും ഞാൻ വരിക. പോട്ടെ പണ്ടാരക്കാല സുരേഷ്. ഹലോ ചേട്ടാ, അല്ല ഒന്നും പറയാ. ഒരു അനൗൺസ്മെന്റ് ഇന്റർവ്യൂ നടക്കുന്നുണ്ട്. എങ്ങനെ ചേട്ടാ? ഇന്റർവ്യൂ അല്ല, ഇന്റർവ്യൂ. അത് തന്നെ ചാനലിന്റെ. ശരി, അങ്ങനെ കേട്ടിട്ട് അങ്ങനെ കേട്ടിട്ട് വരുമ്പോ ആദ്യം എന്തെങ്കിലും ഒന്ന് പറയണം. പെട്ടെന്ന് വന്നിട്ട് നിങ്ങൾ ചെയ്താട്ടപ്പോ ഞാൻ വിചാരിച്ചെന്താണ് ഇൻട്രസ്റ്റ് ഉണ്ട്. ഓക്കെ ചേട്ടാ, ഇതൊന്നും അല്ല ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് മിമിക്രിയാണ്. അതെ, മിമിക്രി. അതെ. അപ്പൊ ചേട്ടാ എന്താ പേരെന്താ? എന്റെ പേര് കുഞ്ഞാലി. എവിടുന്നായിരുന്നു? ബംഗാളിന്ന്. എന്താ ജോലി? എന്താ? കങ്ങാലിന്റെ പണിയാണ്. കങ്ങാലിന്റെ പണിയല്ലേ? അത് കണ്ടപ്പോ 10 വർഷമായിട്ട് വാർക്കപ്പണിന്റെ കൈപ്പണിയായിട്ട് 20 വർഷമായിട്ട് വാർക്കപ്പണിന്റെ കൈപ്പണിയായിട്ട് നടക്കുകയാണ്. എന്താ ചേട്ടാ മെയിൻ പണിക്കാരനാവാത്ത? എന്താ മെയിൻ പണിക്കാരനാണെങ്കിൽ വെയിൽ കൊള്ളണം. വെയിൽ കൊള്ളണം. പിന്നെ പണിക്കാരെ കണക്കെടുക്കണം. കമ്പീന്റെ കണക്കെടുക്കണം. ഇതൊന്നും പോരേക്ക് 10-50 ആളെ കൂടി വൈകുന്നേരം കണക്കാരനോടൊക്കെ ഞാൻ ഒപ്പിച്ചു കൊടുക്കാൻ പറഞ്ഞാൽ ഭയങ്കര കഷ്ടപ്പെട്ടു. വൈകുന്നേരം കൂലി ഒന്നിച്ച് തരുമ്പോ ഇത് കണക്കൂട്ടി കൊടുക്കാൻ തരാനാണ് ഏറ്റവും വലിയ പാടല്ലേ? വൈകുന്നേരമാകുമ്പോ രാവിലെ തൊട്ട് വൈകുന്നേരമാകുമ്പോ മുത്തിനടി കൂടെ ഇങ്ങനെ കറങ്ങി കളിച്ചാല് 10-70-50 ഉറുപ്പിയും ചെലവും കിട്ടുമല്ലോ. ഇതാകുമ്പോ വൈകുന്നേരം വരെ മുത്തിന്റെ അടി കൂടി തിരിഞ്ഞു കളിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കൂലി കിട്ടും. മറ്റേതാകുമ്പോ ടെൻഷനാണെന്ന്. ഓക്കെ ചേട്ടാ, പിന്നെന്താന്നറിയോ, ഈ ബംഗാളീസ് ഉണ്ടല്ലോ, ബംഗാളീസ് വന്നുകൊണ്ട് നമ്മുടെ പണി കൂടുതലാണോ കുറവാണോ? പണി കൂടുതലാണ്. പക്ഷെ എല്ലാരും പറയുന്നത്, ഇവിടെയുള്ള എല്ലാരും പറയുന്നത് എന്താന്ന് പറഞ്ഞാല് ബംഗാളീസ് വന്നുകൊണ്ട് നമുക്ക് പണി കുറഞ്ഞു പോയി എന്നുള്ളൊരു കംപ്ലൈന്റ് ആണ്. പണി കൂടുതലാണ്. അതെന്താ പണി കൂടുതൽ? പണിക്ക് പോവുക ബംഗാളീസിന്റെ കൂടെ പണിക്ക് പോവുക. എന്നിട്ട് അപ്പൊ ഞാൻ ചെയ്ത് അടിപൊളിയായിട്ട് 10-50 ചാക്കിന്റെ സിമെന്റൊക്കെ ആയിട്ട് വാർപ്പങ്ങ് കഴിച്ചു. അങ്ങനെ ക്ഷീണിച്ച് പുറേ വന്ന് കുത്തിരിക്കുക. പെട്ടെന്നൊരു ഫോൺ കോള്. ശരി, വാർപ്പ് നന്നായിരുന്നു. ഈ വാർപ്പ് കഴിഞ്ഞ വൈകുന്നേരം ഒരു കുപ്പീന്റെ പരിപാടി അതിനു വേണ്ടി വിളിച്ചതായിരിക്കും. ഓക്കെ. അപ്പൊ അത് ചെന്ന് നോക്കിയതല്ലേ, കുത്തും വാർപ്പ കപ്പാട് നിലത്ത് കിടക്കുക. നിലത്ത് കിടക്കാണ്. എന്താ സംഭവിച്ചു? സംഭവം എന്ന് പറഞ്ഞാല് ഞാള് അടിപൊളിയായിട്ട് വാർപ്പ് ഈ വാർപ്പിന്റെ മുകളില് ഈ പലകയുടെ മുകളില് കമ്പിയൊക്കെ കെട്ടിയിട്ട് നിരത്തിയൊക്കെ സംവിധാനം പലകൊക്കെ അടിച്ച് കമ്പിയൊക്കെ കെട്ടിയിട്ടാണ് നമ്മൾ വാർക്കുക. ഇതെന്ത് ചെയ്ത് ഇതെടുത്ത് പൊരേന്റെ വേഗം കൊണ്ടുവച്ച്
അവിടെ കൊണ്ടെത്തി. ഇത് ഇല്ലാണ്ടല്ലേ വാർത്തയും. ഈ കമ്പി കെട്ടാതെയാണ് വാർത്തത്. എന്നാ പിന്നെ പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. അത് ഇടിഞ്ഞു പൊളിഞ്ഞു വീണേൽ യാതൊരു സംശയമില്ല. മുതലാളി തന്നെ പാവപ്പെട്ടവനാണ്. നിങ്ങളെ മുതലാളി പാവപ്പെട്ടവനാണ്. അത് ഇത് കണ്ടപ്പോ മനസ്സിലായി. അയാൾ അല്ലെങ്കിലും പാവപ്പെട്ടവനായി പോകും. എന്നിട്ട് അങ്ങനെ മൂപ്പറിപ്പോ നമ്മളെ അയൽവക്കത്ത് വേറൊരു പുരേന്റെ വീണിട്ട് ആടെയാണ് വെച്ചു. നിങ്ങൾ അയൽപക്കത്ത് വേറൊരു പുര ഇതുപോലെ വീട്ടുണ്ട്, അവിടെയാണുള്ളത്. തന്നെ അങ്ങോട്ട് വിളിക്കും. എന്നാ പിന്നെ മൂപ്പർക്ക് പണി തീരാത്ത നേരം ഉണ്ടാകില്ല. നിങ്ങളെ വിളിക്കും. എന്നിട്ട് നിങ്ങളെ വിളിച്ചിട്ട് ഇനി അടുത്ത വീട് കൂടി വീട്ടു പോകണം. ചേട്ടാ, ഇത് വാർക്കപ്പണിക്കാർക്കുള്ളതല്ല. ഇത് മിമിക്രി മിമിക്സ് ചെയ്യുന്ന ആളുകൾക്ക് വേണ്ടിയുള്ള ഒരു ഇന്റർവ്യൂ ആണ്. ചേട്ടാ, വെറൈറ്റി ആയിട്ട് എന്തെങ്കിലും മിമിക്രി ചെയ്യോ? വെറുതെ ഇങ്ങനെ വന്ന് നിൽക്കുകയാണ്. വെറൈറ്റി അതാണ് നമുക്ക് വേണ്ടത്. എന്താ ഉള്ളത്? എന്തായാലും മതി. അനുഭവിക്കാണ്, അനുകരിക്കാം. മിമിക്രി മിമിക്രി ചെയ്യാ. ഒരു ഗാനമേള തുടങ്ങുമ്പോ ഒരു വെസ്റ്റേൺ മ്യൂസിക് കാര്യങ്ങളൊക്കെ ഉണ്ട്. മ്യൂസിക് കാര്യങ്ങളുണ്ട്. അതൊന്ന് കൈയടിക്കണേ. കൈയടിക്കും. അത് വളരെ വെറൈറ്റി ആയിട്ടുണ്ട്. അടുത്തതായിട്ട് എന്താണ് വ്യത്യസ്തമായിട്ടുള്ളത്? വെറൈറ്റി അതാണ് നമുക്ക് വേണ്ടത്. ഈ പഴയ കാലത്ത് മരത്തിന്റെ കപ്പി ഉപയോഗിച്ചുകൊണ്ട് കിണറിൽ നിന്ന് വെള്ളം ചെറിയ കുട്ടികൾ ആരും കണ്ടിട്ടുണ്ട്. ഈ പ്രൊഫഷണൽ നാടകം നർമ്മരൂപത്തിൽ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുകയാണ്. ഒരു പ്രൊഫഷണൽ നാടകം. സംഭൂജ്യരായ ഗുരുജനങ്ങളെ, നാടകം ആരംഭിക്കുന്നു. ഇനി നാടകത്തെക്കുറിച്ച് സംവിധായകൻ സംസാരിക്കുന്നു. ഇത് ഒരു നാടകമല്ല, നാടകം തന്നെ. നിങ്ങളെവരുടെയും അനുഗ്രഹാശിസുകളോടെ നാടകം ആരംഭിക്കുന്നു. ഇതെന്റെ വിധി, നിങ്ങളുടെയും. അമ്മേ ഭഗവതി, എന്നെ മാത്രം രക്ഷിക്കണേ. ഇന്നെന്റെ 20ാം വിവാഹ വാർഷികമാണ്. എന്റെ ജീവിത വിജയത്തിന് പിന്നിൽ എന്റെ ഭാര്യ ജാനകി, അവൾ മാത്രമാണ്. ഈ വീടിന്റെ വിളക്കാണവൾ. ഞാനൊരു കാര്യം പറഞ്ഞാൽ തിരുവായ്ക്ക് എതിർവായി ഉണ്ടായില്ല. അത്രയ്ക്ക് ഭയമാണ് അവക്കെന്നെ. ജാനകി, ജാനകി. റേഷൻ കടയിൽ പോയി സ്പെഷ്യലായി വന്ന മണ്ണെണ്ണയും പഞ്ചസാരയും വാങ്ങാൻ പറഞ്ഞിട്ട് ഇവിടെ നിന്ന് വാചകം അടിക്കുന്നോ? എന്തിനാടി മണ്ണെണ്ണ? നമുക്ക് ഗ്യാസ് എടുക്കാൻ വേണ്ടി. ഗ്യാസ് അതെന്താ ഇപ്പഴങ്ങനെ തോന്നാൻ? നീ കുടുംബത്തിന്റെ വിളക്കല്ലേ. നീ അടുക്കളയിൽ നിന്ന് കത്തുന്നത് എനിക്ക് കാണണം. നിങ്ങൾ അറിഞ്ഞോ മനുഷ്യ, 7 വർഷങ്ങൾക്ക് ശേഷം സൗദാമിനിയുടെ കെട്ടിയോ ഗൾഫിൽ നിന്ന് വന്നു. അമ്മേ, അതിന് നിങ്ങൾ എന്തിനാ ഞെട്ടിയത്? ജാനു, അത്താഴം മുടങ്ങിയവന്റെ വിഷമം ഊണ് തരാത്തവൾക്കറിയില്ലടി. ഈശ്വര, ഉണ്ണി ജയിൽ ചാടിയെന്ന്. ഇനിയിപ്പോ എന്താണോ സംഭവിക്കുന്നത്? വെട്ടൊന്ന് മുറി രണ്ടെന്ന പ്രകൃതക്കാരനാണ് അവൻ. നീ എന്നെ ഭയപ്പെടുത്താൻ നോക്കണ്ടടി. ഞാനും കരയിൽ തന്നെയാടി നിൽക്കുന്നത്. ജാനകി, പറ, എവിടെയാടി ഞാൻ പോയി ഒന്ന് ഒളിച്ചിരിക്കുന്നത്? രാഘവേട്ട, ചെല്ല്. അവൻ എത്തും മുമ്പ് എവിടെയാണെന്ന് വെച്ചാ പോയി ഒളിക്ക്. ആരും രക്ഷപ്പെടാമെന്ന് കരുതണ്ട. ഉണ്ണിയപ്പം പുറത്തു വന്നു. അതല്ല, ഉണ്ണിയപ്പം പുറത്തു വന്നൂന്ന്. ഇന്നലെ അർദ്ധരാത്രി കണ്ണൂർ സെൻട്രലിന്റെ ഉയരം കൂടിയ മതിലുകളിൽ ചാടിക്കിടന്ന് ഈ ഉണ്ണി എത്തിയിരിക്കുന്നു. എന്തിന്? നിന്നോട് കണക്ക് തീർക്കാൻ. ഉണ്ണി മോനെ, അരുത്. അദ്ദേഹം അറിവില്ലാതെ എന്തെങ്കിലും ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ നീ അത് ക്ഷമിക്കണം. മാറി നിൽക്കടി. ഞാനില്ലാത്ത സമയത്ത്
നീ എന്താ വീട്ടിൽ പോയിരുന്നു അല്ലേ? ഉണ്ണി ഞാൻ വേണ്ട, പഴയ കണക്കൊന്നും ബാക്കി വെക്കുന്നവനല്ല ഈ ഉണ്ണി. ഉണ്ണി അരുത്. ഉണ്ണി നീ വരി. ഞാൻ ജയിലിൽ കിടന്നപ്പോ നീ എന്റെ ഭാര്യയുടെ അടുത്ത് നമുക്ക് അരി മേടിക്കാൻ കൊടുത്തു 150 റുപ്യ. ഞാൻ ജയിലിൽ പോണതിന് മുമ്പ് നമ്മൾ ഷെയർ ഇട്ട് അടിച്ച 350 റുപ്യ, മൊത്തം 500 രൂപ. ഞാൻ പിടി ഞാൻ കണക്ക് പറഞ്ഞ് വരലേട്ടെ. കണക്ക് തീർന്ന് പോട്ടെ അച്ചി, പോട്ടെ അണ്ണ. വൃത്തികെട്ടവൻ വെറുതെ എന്നെ കൊതിപ്പിച്ചു കളഞ്ഞു. ജാനകി, വല്ലാത്ത വിശപ്പ്. നീ ചെന്ന് കഞ്ഞി എടുത്തു വെക്ക്. ആ ശരി. ഞാൻ പുറത്തു പോയി വല്ലതും കഴിച്ചിട്ട് വരാം. എടാ ശ്രീകുട്ട, നീ എന്തിനത് ചെയ്തു? മോളെ നീ കരയാതെ. ചന്ദ്രേട്ടൻ കല്യാണിയെ കൈവിടില്ല മോളെ, വിടില്ല. നിർത്തടി. ആരാടി കല്യാണി? ആരാടി ഈ ശ്രീകുട്ടൻ? പുതിയതായി തുടങ്ങിയ സീരിയലിലെ നായകനും നായികയും അണച്ചാ. സീരിയല് 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 സീരിയൽ എന്നൊരു വാക്ക് ഇനി ഈ വീട്ടിൽ മിണ്ടിപ്പോകരുത്. പിന്നെ പരമ്പര മലയാളത്തിൽ പറഞ്ഞാ മതി. മോളെ രാധേ, നിന്റെ പഠിപ്പൊക്കെ എങ്ങനെ പോകുന്നു? അങ്ങനെ പോകുന്ന അങ്ങനെ പോയിട്ട് കാര്യമില്ല. ഈ വർഷവും നീ പരീക്ഷയ്ക്ക് തോറ്റാൽ ഏതെങ്കിലും ഒരു വായി നോക്കിക്കൊണ്ട് നിന്നെ ഞാൻ കെട്ടിക്കും. ജാനകി, ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണേ. അതേ മോളെ, നിന്റെ അച്ഛനെ കൊണ്ട് അമ്മയെ കെട്ടിച്ചതുപോലെ. ഈ വീട്ടിൽ നടക്കുന്ന കാര്യങ്ങൾ വലുതും അച്ഛൻ അറിയുന്നുണ്ടോ? ഇന്നലെ ആ തകഴിയിൽ പ്രേംകുമാർ എന്റെ തിരുനെറ്റിയിൽ ചുംബിച്ചു. ഞാനിത് വിശ്വസിക്കില്ല. എന്തുകൊണ്ട്? കേവലം 3 അടി പൊക്കം മാത്രമുള്ള അവൻ ഇത്രയും പൊക്കമുള്ള നിന്റെ തിരുനെറ്റിയെ ചുംബിച്ചെന്ന് പറഞ്ഞാൽ അത് വിശ്വസിക്കാൻ ഞാൻ അത്ര മണ്ടനല്ല. അച്ഛാ, പ്രേംകുമാറിന്റെ ബുദ്ധിമുട്ട് മനസ്സിലാക്കി ഒരല്പം താന്നു കൊടുത്തതിൽ എന്താ തെറ്റ്? മോളെ, ഇത്രയൊക്കെയായ സ്ഥിതിക്ക് എത്രയും പെട്ടെന്ന് നിന്റെ കല്യാണം നടത്താൻ ഞാൻ തീരുമാനിച്ചു. ഏതായാലും ആ ജാതകം കണിയാരെ വിളിച്ച് ഇവിടെ മോദകം ഒന്ന് കാണിക്കണം. അല്ല, ആ മോഹനം കണിയാരെ വിളിച്ച് ഇവിടെ ജാതകം ഒന്ന് കാണിക്കണം. ഹലോ ചേട്ടാ. എന്താ? അല്ല ഒന്നും പറയാ. ഒരു അനൗൺസ്മെന്റ് ചെയ്തിട്ട് ഇന്റർവ്യൂ നടക്കുന്നുണ്ടെന്ന്. എങ്ങനെ? ഇന്റർവ്യൂ എവിടെ? ചേട്ടാ, ഇന്റർവ്യൂ അല്ല, ഇന്റർവ്യൂ. അത് തന്നെ ചാനലിന്റെ. അത് ശരി. അങ്ങനെ കേട്ടിട്ട് അങ്ങോട്ട് വന്നു. അങ്ങനെ കേട്ടിട്ട് വരുമ്പോ ആദ്യം എന്തെങ്കിലും ഒന്ന് പറയണം. പെട്ടെന്ന് വന്നിട്ട് നിങ്ങൾ ചെയ്താണ്ടപ്പോ ഞാൻ വിചാരിച്ചു എന്താണ് ഇൻട്രസ്റ്റ് ഉണ്ട്. ഓക്കെ. ചേട്ടാ, ഇതൊന്നും അല്ല, ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് മിമിക്രിയാണ്. അതെ, മിമിക്രി. അതെ. അപ്പൊ ചേട്ടാ, എന്താ പേരെന്താ? എന്റെ പേര് കുഞ്ഞാലി. കുഞ്ഞാലി എവിടെയായിരുന്നു? ബംഗാളി. എന്താ ജോലി? എന്താ? കന്നാലിന്റെ പണിയാണ്. കന്നാലിന്റെ പണിയല്ലേ? അത് കണ്ടപ്പോ 10 വർഷമായിട്ട് വാർക്കപ്പണിന്റെ കൈപ്പണി വെച്ചിങ്ങനെ 20 വർഷമായിട്ട് വാർക്കപ്പണിന്റെ കൈപ്പണിയായിട്ട് നടക്കുകയാണ്. എന്താ ചേട്ടാ മെയിൻ പണിക്കാരനാവാത്ത? എന്താ മെയിൻ പണിക്കാരനാണെങ്കിൽ വെയിൽ കൊള്ളണം. വെയിൽ കൊള്ളണം. പിന്നെ പണിക്കാരെ കണക്കെടുക്കണം. കമ്പീന്റെ കണക്കെടുക്കണം. ഇതൊന്നും പോരായിട്ട് 10-50 ആളെ കൂടി വൈകുന്നേരം കണക്കാരനോടൊത്താൻ ഞാൻ ഒപ്പിച്ചു കൊടുക്കാൻ പറഞ്ഞാൽ ഭയങ്കര കഷ്ടപ്പെട്ട. വൈകുന്നേരം കൂലി ഒന്നിച്ചു തരുമ്പോ ഇത് കണക്ക് കൂട്ടി കൊടുക്കാൻ പറയുന്നതാണ് ഏറ്റവും വലിയ പാടല്ലേ? വൈകുന്നേരമാകുമ്പോ രാവിലെ തൊട്ട് വൈകുന്നേരമാകുമ്പോ കുത്തിന്റെ അടി കൂടെ ഇങ്ങനെ കറങ്ങി കളിച്ചാല് 10-750 റുപ്യയും ചെള്ളം കിട്ടുമല്ലോ. ഇതാകുമ്പോ വൈകുന്നേരം വരെ കുത്തിന്റെ അടി കൂടി തിരിഞ്ഞു കളിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കൂലി കിട്ടും. മറ്റേതാകുമ്പോ ടെൻഷനാണെന്ന്. ഓക്കെ. ചേട്ടാ, പിന്നെന്താണെന്നറിയോ, ഈ ബംഗാളീസ് ഉണ്ടല്ലോ, ബംഗാളീസ് വന്നുകൊണ്ട് നമ്മുടെ പണി കൂടുതലാണ് കുറവാണ്? പണി കൂടുതലാണ്. പക്ഷെ എല്ലാരും പറയുന്നത്, ഇവിടെയുള്ള എല്ലാരും പറയുന്നത് എന്താന്ന് പറഞ്ഞാല് ബംഗാളീസ് വന്നുകൊണ്ട് നമുക്ക് പണി കുറഞ്ഞു പോയി എന്നുള്ളൊരു കംപ്ലൈന്റ് ആണ്. പണി കൂടുതലാണ്. അതെന്താ പണി കൂടുതൽ? പണിക്ക് പോവുക ബംഗാളീസിന്റെ കൂടെ പണിക്ക് പോവുക. എന്നിട്ട് അപ്പൊ ഞാൻ ചെയ്ത് അടിപൊളിയായിട്ട് 10-50 ചാക്കിന്റെ സിമെന്റൊക്കെ ആയിട്ട് വാർപ്പം കഴിച്ച് അങ്ങനെ ക്ഷീണിച്ച് പുറേ വന്ന് കുത്തിരിക്കുക. അന്നേരം പെട്ടെന്നൊരു ഫോൺ കോള്. ശരി, വാർപ്പ് നന്നായിരുന്നു. ഈ വാർപ്പ് കഴിഞ്ഞാൽ വൈകുന്നേരം ഒരു കുപ്പീന്റെ പരിപാടി അതിനു വേണ്ടിയാ വിളിച്ചതായിരിക്കും. ഓക്കെ.
അപ്പൊ അത് ചെന്ന് നോക്കിയതല്ലേ ആ കുത്തും വാർപ്പ തപ്പാട് നിലത്ത് കിടക്കുക. കുത്തും വാർപ്പൊക്കെ അപ്പാട് നിലത്ത് കിടക്കാണ്. എന്താ സംഭവിച്ചു? എന്താ സംഭവിച്ചു? സംഭവം എന്ന് പറഞ്ഞാല് ആ. ഞാള് അടിപൊളിയായിട്ട് വാർപ്പ് എല്ലാം ചെയ്തല്ലോ. നിങ്ങൾ അടിപൊളി. ആ ഓക്കെ. ഈ വാർപ്പിന്റെ മുകളില് ആ. ഈ പലകയുടെ മുകളില് ആ പറയുന്ന മോൾ കമ്പിയൊക്കെ കെട്ടിയിട്ട് ഇങ്ങനെ നിരത്തി വെക്കുന്ന സംവിധാനം പലകൊക്കെ അടിച്ച് കമ്പിയൊക്കെ കെട്ടിയിട്ടാണ് നമ്മൾ വാർക്കുക. ഓക്കെ. ആ ഇതെന്ത് ചെയ്ത് ആ. ഇതെടുത്ത് പൊരേന്റെ വേഗം കൊണ്ടുവച്ച് ആ. അവിടെ കൊണ്ടെത്തി. ഇത് ഇല്ലാണ്ടല്ലേ വാർത്തയും. ഈ കമ്പി കെട്ടാതെയാണ് വാർത്തത്. എന്നാ പിന്നെ പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. അത് ഇടിഞ്ഞു പൊളിഞ്ഞു വീണേൽ യാതൊരു സംശയമില്ല. മുതലാളി തന്നെ പാവപ്പെട്ടവനാണ്. നിങ്ങളെ മുതലാളി നിങ്ങളെ മുതലാളി പാവപ്പെട്ടവനാണ്. അത് ഇത് കണ്ടപ്പോ മനസ്സിലായി. അയാൾ അല്ലെങ്കിലും പാവപ്പെട്ടവനായി പോകും. എന്നിട്ട് അങ്ങനെ മൂപ്പറിപ്പോ നമ്മളെ അയൽവക്കത്ത് വേറൊരു പൊരേന്റെ വീണിട്ട് ആ. ആടെയാണ് വെച്ചു. നിങ്ങൾ അയൽപക്കത്ത് വേറൊരു പോലെ ഇതുപോലെ വീട്ടുണ്ട്. അവിടെയാണുള്ളത്. തന്നെ അങ്ങോട്ട് വിളിക്കും. എന്നാ പിന്നെ മൂപ്പർക്ക് പണി തീരാത്ത നേരം ഉണ്ടാകില്ല. നിങ്ങളെ വിളിക്കും. തന്നെ വിളിക്കും. എന്തിന് നിങ്ങളെ വിളിച്ചിട്ട് ഇനി അടുത്ത വീട് കൂടി വീട്ടു വേണം. അപ്പോ ഈ അതോടത്തോട് ചേർത്ത് ഇങ്ങനെ പഞ്ഞിട്ട് അങ്ങനെ പാഞ്ഞിങ്ങോട്ട് കേൾക്കാം. ചേട്ടാ ഇത് വാർക്കപ്പണിക്കാർക്കുള്ളതല്ല. ഇത് മിമിക്രി മിമിക്സ് ചെയ്യുന്ന ആളുകൾക്ക് വേണ്ടിയുള്ള ഒരു ഇന്റർവ്യൂ ആണ്. ചേട്ടാ വെറൈറ്റി ആയിട്ട് എന്തെങ്കിലും മിമിക്രി ചെയ്യോ? വെറുതെ ഇങ്ങനെ വന്ന് നിൽക്കുകയാണ്. വെറൈറ്റി കിട്ടോ? ആ ഇതൊക്കെന്നാ വേണ്ടത്? വെറൈറ്റി അതാണ് നമുക്ക് വേണ്ടത്. പറഞ്ഞോ എന്ത് വേണം എന്താ ഉള്ളത്? എന്തായാലും വേണ്ടി എന്ത് വേണം അനുഭവിക്കുന്ന ഞാൻ പറഞ്ഞില്ലേ? അനുഭവിക്കാം. പിന്നെ നിങ്ങൾ പറഞ്ഞപ്പോ അനുകരിക്കാം. മിമിക്രി. നിങ്ങളൊരു എന്താ പറഞ്ഞ മിമിക്രി ചെയ്യാ. ശരി. ഒരു ഗാനമേള വെക്കാൻ. ഗാനമേള തുടങ്ങുമ്പോ തുടങ്ങുമ്പോ ഒരു വെസ്റ്റേൺ മ്യൂസിക് കാര്യങ്ങളൊക്കെ ഉണ്ട്. ആവശ്യം മ്യൂസിക് കാര്യങ്ങളുണ്ട്. അതൊന്ന് കൈയടിക്കണേ. ഓ കൈയടിക്കുന്നു കൈയടി. അത് വളരെ വെറൈറ്റി ആയിട്ടുണ്ട്. അടുത്തതായിട്ട് എന്താണ് വ്യത്യസ്തമായിട്ടുള്ളത്? വെറൈറ്റി അതാണ് നമുക്ക് വേണ്ടത് അല്ലേ? ഈ പഴയ കാലത്ത് മരത്തിന്റെ കപ്പി ഉപയോഗിച്ചുകൊണ്ട് കിണറിൽ നിന്ന് വെള്ളം ചെറിയ കുട്ടികൾ ആരും കണ്ടിട്ടുണ്ട്. ഈ പ്രൊഫഷണൽ നാടകം നർമ്മരൂപത്തിൽ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുകയാണ്. ഒരു പ്രൊഫഷണൽ നാടകം. സംപൂജ്യരായ ഗുരുജനങ്ങളെ, നാടകം ആരംഭിക്കുന്നു. ഇനി നാടകത്തെക്കുറിച്ച് സംവിധായകൻ സംസാരിക്കുന്നു. ഇത് ഒരു നാടകമല്ല, നാടകം തന്നെ. നിങ്ങളേവരുടെയും അനുഗ്രഹാശിസുകളോടെ നാടകം ആരംഭിക്കുന്നു. ഇതെന്റെ വിധി, നിങ്ങളുടെയും. അമ്മേ ഭഗവതി, എന്നെ മാത്രം രക്ഷിക്കണേ. ഇന്നെന്റെ 20ാം വിവാഹ വാർഷികമാണ്. എന്റെ ജീവിത വിജയത്തിന് പിന്നിൽ എന്റെ ഭാര്യ ജാനകി അവൾ മാത്രമാണ്. ഈ വീടിന്റെ വിളക്കാണവൾ. ഞാനൊരു കാര്യം പറഞ്ഞാൽ തിരുവായ്ക്ക് എതിർവായി ഉണ്ടായില്ല. അത്രയ്ക്ക് ഭയമാണ് അവക്കെന്നെ. ജാനകി, ജാനകി. റേഷൻ കടയിൽ പോയി സ്പെഷ്യലായി വന്ന മണ്ണെണ്ണയും പഞ്ചസാരയും വാങ്ങാൻ പറഞ്ഞിട്ട് ഇവിടെ നിന്ന് വാചകം അടിക്കുന്നോ? എന്തിനാടി മണ്ണെണ്ണ? നമുക്ക് ഗ്യാസ് എടുക്കാൻ വേണ്ടി ഗ്യാസ്. അതെന്താ ഇപ്പഴങ്ങനെ തോന്നാൻ? നീ കുടുംബത്തിന്റെ വിളക്കല്ലേ. നീ അടുക്കളയിൽ നിന്ന് കത്തുന്നത് എനിക്ക് കാണണം. നിങ്ങൾ അറിഞ്ഞോ മനുഷ്യ, 7 വർഷങ്ങൾക്ക് ശേഷം സൗദാമിനിയുടെ കെട്ടിയോ ഗൾഫിൽ നിന്ന് വന്നു. അമ്മേ, അതിന് നിങ്ങൾ എന്തിനാ ഞെട്ടിയത്? ജാനു, അത്താഴം മുടങ്ങിയവന്റെ വിഷമം ഊണ് തരാത്തവൾക്ക് അറിയില്ലടി. ഈശ്വര, ഉണ്ണി ജയിൽ ചാടിയെന്ന്. ഇനിയിപ്പോ എന്താണോ സംഭവിക്കുന്നത്? വെട്ടൊന്ന് മുറി രണ്ടെന്ന പ്രകൃതക്കാരനാണ് അവൻ. നീ എന്നെ ഭയപ്പെടുത്താൻ നോക്കണ്ടടി. ഞാനും കരയിൽ തന്നെയാടി നിൽക്കുന്നത്. ജാനകി പറ, എവിടെയാടി ഞാൻ പോയി ഒന്ന് ഒളിച്ചിരിക്കുന്നത്? രാഘവേട്ടാ ചെല്ല്, അവൻ എത്തും മുമ്പ് എവിടെയാണെന്ന് വെച്ചാ പോയി ഒളിക്ക്.
ആരും രക്ഷപ്പെടാമെന്ന് കരുതണ്ട. ഉണ്ണിയപ്പം പുറത്തു വന്നു. അതല്ല, ഉണ്ണിയപ്പം പുറത്തു വന്നൂന്ന്. ഇന്നലെ അർദ്ധരാത്രി കണ്ണൂർ സെൻട്രലിന്റെ ഉയരം കൂടിയ മതിലുകളിൽ ചാടിക്കിടന്ന് ഈ ഉണ്ണി എത്തിയിരിക്കുന്നു. എന്തിന്? നിന്നോട് കണക്ക് തീർക്കാൻ. ഉണ്ണി മോനെ, അരുത്. അദ്ദേഹം അറിവില്ലാതെ എന്തെങ്കിലും ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ നീ അത് ക്ഷമിക്കണം. മാറി നിൽക്കടി. ഞാനില്ലാത്ത സമയത്ത് നീ എന്താ വീട്ടിൽ പോയിരുന്നു അല്ലേ? ഉണ്ണി ഞാൻ വേണ്ട. പഴയ കണക്കൊന്നും ബാക്കി വെക്കുന്നവനല്ല ഈ ഉണ്ണി. ഉണ്ണി അരുത്. ഉണ്ണി ഞാൻ ജയിലിൽ കിടന്നപ്പോ നീ എന്റെ ഭാര്യയുടെ അടുത്ത് നമുക്ക് അരി മേടിക്കാൻ കൊടുത്തു 150 റുപ്യ. ഞാൻ ജയിലിൽ പോണതിന് മുമ്പ് നമ്മൾ ഷെയർ ഇട്ട് അടിച്ച 350 റുപ്യ, മൊത്തം 500 രൂപ. ഞാൻ പിടി ഞാൻ കണക്ക് പറഞ്ഞ് വരലേട്ടെ. കണക്ക് തീർന്ന് പോട്ടെ ചേച്ചി, പോട്ടെ അണ്ണ. വൃത്തികെട്ടവൻ വെറുതെ എന്നെ കൊതിപ്പിച്ചു കളഞ്ഞു. ജാനകി, വല്ലാത്ത വിശപ്പ്. നീ ചെന്ന് കഞ്ഞി എടുത്തു വെക്ക്. ആ ശരി. ഞാൻ പുറത്തു പോയി വല്ലതും കഴിച്ചിട്ട് വരാം. എടാ ശ്രീകുട്ട, നീ എന്തിനിത് ചെയ്തു? മോളെ, നീ കരയാതെ. ചന്ദ്രേട്ടൻ കല്യാണിയെ കൈവിടില്ല മോളെ, വിടില്ല. നിർത്തടി. ആരാടി കല്യാണി? ആരാടി ഈ ശ്രീകുട്ടൻ? പുതിയതായി തുടങ്ങിയ സീരിയലിലെ നായകനും നായികയും അണച്ചാ. സീരിയല് 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 സീരിയൽ എന്നൊരു വാക്ക് ഇനി ഈ വീട്ടിൽ മിണ്ടിപ്പോകരുത്. പിന്നെ പരമ്പര മലയാളത്തിൽ പറഞ്ഞാ മതി. മോളെ രാധേ, നിന്റെ പഠിപ്പൊക്കെ എങ്ങനെ പോകുന്നു? അങ്ങനെ പോകുന്നച്ചാ. അങ്ങനെ പോയിട്ട് കാര്യമില്ല. ഈ വർഷവും നീ പരീക്ഷയ്ക്ക് തോറ്റാൽ ഏതെങ്കിലും ഒരു വായി നോക്കിയെ കൊണ്ട് നിന്നെ ഞാൻ കെട്ടിക്കും. ജാനകി, ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണേ. അതേ മോളെ, നിന്റെ അച്ഛനെ കൊണ്ട് അമ്മയെ കെട്ടിച്ചതുപോലെ. അച്ഛാ, ഈ വീട്ടിൽ നടക്കുന്ന കാര്യങ്ങൾ വലുതും അച്ഛൻ അറിയുന്നുണ്ടോ? ഇന്നലെ ആ തകഴിയിൽ പ്രേംകുമാർ എന്റെ തിരിഞ്ഞെത്തി ചുംബിച്ചു. ഞാനിത് വിശ്വസിക്കില്ല. എന്തുകൊണ്ട്? കേവലം 3 അടി പൊക്കം മാത്രമുള്ള അവൻ ഇത്രയും പൊക്കമുള്ള നിന്റെ തിരുനെറ്റിയെ ചുംബിച്ചെന്ന് പറഞ്ഞാൽ അത് വിശ്വസിക്കാൻ ഞാൻ അത്ര മണ്ടനല്ല. അച്ഛാ, പ്രേംകുമാറിന്റെ ബുദ്ധിമുട്ട് മനസ്സിലാക്കി ഒരല്പം താന്നു കൊടുത്തതിൽ എന്താ തെറ്റ്? മോളെ, ഇത്രയ്ക്കായ സ്ഥിതിക്ക് എത്രയും പെട്ടെന്ന് നിന്റെ കല്യാണം നടത്താൻ ഞാൻ തീരുമാനിച്ചു. ഏതായാലും ആ ജാതകം കണിയാരെ വിളിച്ച് ഇവിടെ മോദകം ഒന്ന് കാണിക്കണം. അല്ല, ആ മോഹനം കണിയാരെ വിളിച്ച് ഇവിടെ ജാതകം ഒന്ന് കാണിക്കണം. Wonderful team from Vodafone Comedy Stars, Team Mars, delivering for you the comic notes, very special for the wonderful people of Malappuram. Ready? പോരാ, നമ്മുടെ എനർജി ഒക്കെ പോയി ഒന്ന് കൈയടിച്ചേ. Wow, thanks a lot. നമ്മൾ ഇഷ്ടപ്പെടുന്ന ടെലിവിഷൻ ചാനലുകളിൽ ഓണമായാലും ക്രിസ്മസ് ആയാലും അതാത് ദിവസങ്ങളിലെ പ്രോഗ്രാമുകൾ നേരത്തെ കൂട്ടി ടെലിവിഷൻ സ്ക്രീനുകൾ വഴി അറിയിക്കുക പതിവാണ്. ഇവിടെ ഒരു ചാനലിലെ തിരുവോണ ദിവസത്തെ പ്രത്യേക പരിപാടി. ഹായ് വ്യൂവേഴ്സ്, എല്ലാ മാന്യ പ്രേക്ഷകർക്കും ദേശീയാനെറ്റ് ചാനലിന്റെ ഓണാഘോഷ പരിപാടിയിലേക്ക് സ്വാഗതം. അപ്പോ എല്ലാവർക്കും അറിയാം, ഇന്ന് തിരുവോണമാണ്. ശാന്തിയുടെയും സമാധാനത്തിന്റെയും സന്ദേശമരുളാൻ നമ്മുടെ മഹാബലി തമ്പുരാൻ ഇതാ എഴുന്നള്ളുന്നു. എന്തുവാടെ ഈ പാട്ട് എടുത്തിരുന്നത്? ക്രിസ്തുമസിനുള്ളതാണത്. ഓണത്തിന്റെ പൂക്കളം എടുത്തിട്ടെ. മുഞ്ചത്തിയെ പുതുമണവട്ടിയെ നിന്റെ മംഗല്യരാവ് വന്നണഞ്ഞല്ലോ. മൈലഞ്ചി കൈ പിടിക്കാൻ വരുന്ന നേരം നിന്റെ സുന്ദര പൂമുഖം മറിഞ്ഞിടല്ലേ. മുഞ്ചത്തിയെ പുതുമണവട്ടിയെ നിന്റെ മംഗല്യരാവ്. ഇതാരടാ ഇത്? മഹാബലി. ആര്? ഞാൻ. ചേട്ടാ, ഇത് ആരടാ ഈ കരിമ്പൂത്തിനെയൊക്കെ മാവേലിയാക്കിയത്? അത് സാറേ, ഈ നല്ലതിനൊക്കെ വേറെ ചാനലുകാർ കൊണ്ടുപോയി അവസാനം കിട്ടി ഒന്നിനെ ഇവിടെ കൊണ്ട് നിർത്തിയിട്ടുണ്ട്. കഷ്ടം. അണ്ണ ഇപ്പൊ ഞാൻ എന്താ ചെയ്യണ്ട ഇവിടെ? നീ ഒന്നും ചെയ്യണ്ട, നീ വാ അനക്കിയാ മതി, ഞങ്ങൾ ഡബ് ചെയ്ത് കയറ്റിക്കോളാം. ഞാൻ മഹാബലി തമ്പുരാൻ മാനവരാശിയുടെ നന്മയ്ക്കായി നിങ്ങൾക്ക് നേരുന്നു ഓണാശംസകൾ. നിർത്തറ. ഓണാശംസകൾ. ഈ പൊന്നോണ നാളിലെ പരിപാടികൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്
ചേട്ടാ ഇന്നൊരു ദിവസം ഞാനിവിടെ കിടന്നോട്ടെ? മോനെ മനസ്സിലെട്ടു പൊട്ടി. അയ്യോ, ഇന്നിവിടെ ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ. അത് കുഴപ്പമില്ല. മോനെ മനസ്സിൽ മറ്റൊരു ലഡു പൊട്ടി. നല്ലതരം ലഡുകൾക്ക് സമീപിക്കുക ചുപ്രു അണ്ണാച്ചി. 10 രൂപയ്ക്ക് ചുപ്രു അണ്ണാച്ചിയുടെ 2 ലഡു. പതിനൊന്ന് സീരിയൽ താരങ്ങൾ പങ്കെടുക്കുന്ന പ്രേതോത്സവം. ഇന്നു രാത്രി 9 മണിക്ക് സീരിയൽ താരങ്ങൾ പങ്കെടുക്കുന്ന സീരിയസ് പരിപാടി പ്രേതോത്സവം. ഇന്നത്തെ എപ്പിസോഡ് മാറ്റിവെക്കാൻ എത്തുന്നത് റീന ആന്റണി നയിക്കുന്ന ടീം സാമ്പാറിന്റെ അതിശയിപ്പിക്കുന്ന പ്രകടനം. നെഞ്ചിൽ കടലായി വളർന്ന സ്നേഹമുറങ്ങി, കനലായി എരിഞ്ഞ സന്ധ്യ മയങ്ങി, മുകിൽ കാട്ടിൽ നിന്നും മഴയായി പൊഴിഞ്ഞ രാഗമലിഞ്ഞു. റീന ആന്റണിയുടെ ഈ പെർഫോമൻസ് കഴിഞ്ഞപ്പോ പ്രേതോത്സവത്തിന്റെ സ്റ്റുഡിയോ ഫ്ലോർ തകർന്നു വീണ് 9 ആഴ്ചത്തേക്ക് ഷൂട്ടിംഗ് നിർത്തിവെച്ചിരിക്കുന്നു. എറണാകുളത്ത് നിന്നും ക്യാമറമാൻ അർത്തിക്കുട്ടിക്കൊപ്പം ബിജു. 11 മണിക്ക് സ്ത്രീ പ്രേക്ഷകരുടെ ഇഷ്ട പരമ്പര. ഇത് അഞ്ജലി. ജീവിതത്തിന്റെ ദുഃഖങ്ങൾ ഉള്ളിലൊതുക്കി കഴിയുന്നവൾ. നെഞ്ചിൽ നെരിപ്പോടുമായി അവൾ ഈ വീടിന്റെ ഉമ്മറത്ത് നീറിപ്പുകയുകയാണ്. ആര് പറഞ്ഞടി ഈ തറവാട്ടിലെ ചിരട്ട തവി എടുക്കാൻ? ഇരട്ട പറ്റ നിന്റെ അടുത്ത് പറഞ്ഞിട്ടില്ലേ ചിരട്ട തവി എടുക്കരുതെന്ന്? അമ്മേ, ഞാൻ ഈ തവി കൊണ്ടൊന്ന് കഞ്ഞി ഇളക്കിക്കോട്ടെ അമ്മേ. വേണ്ട, ഇവിടെ താടി ചിരട്ട തവി. അമ്മേ, അമ്മയ്ക്ക് എന്നോട് ഒരു ദയം തോന്നുന്നില്ലേ? എടി, ദയ കാണിക്കാനും കണ്ണീരൊലിപ്പിക്കാനും സോഫിയല്ല ഞാൻ. കഴിവും തന്റെ ഇടവും ചെകുത്താന്റെ സ്വഭാവവുമുള്ള ഗ്ലോറിയാടിയ ഞാൻ. തൊട്ടു പോകരുത് നീ ചിരട്ട തവിയല്. ഭവാനി ആ ചിരട്ടത്തവി തിരികെ നൽകുമോ? അഞ്ജലിക്ക് ഇനി ചിരട്ടത്തവിയിൽ തൊടാൻ ഭാഗ്യമുണ്ടാകുമോ? ഇതുപോലെ ഉത്തരം കിട്ടാത്ത പൊട്ടൻ ചോദ്യങ്ങൾക്ക് ഉത്തരമേകുവാൻ തിങ്കൾ മുതൽ വെള്ളി വരെ നിങ്ങളുടെ സ്വന്തം ചാനലിൽ ചിരട്ടത്തവി. തിങ്കൾ മുതൽ വെള്ളി വരെ നിങ്ങളുടെ സ്വന്തം ചാനലിൽ മറക്കാതെ കാണുക. കുടുംബ പ്രേക്ഷകരുടെ ക്ഷമയുടെ വള്ളിക്കെട്ട് പൊട്ടിച്ചുകൊണ്ട് കുടുംബസമേതം ഇതെന്റെ വിധി നിങ്ങളുടെയും. അമ്മേ ഭഗവതി, എന്നെ മാത്രം രക്ഷിക്കണേ. ഇന്നെന്റെ 20ാം വിവാഹ വാർഷികമാണ്. എന്റെ ജീവിത വിജയത്തിന് പിന്നിൽ എന്റെ ഭാര്യ ജാനകി അവൾ മാത്രമാണ്. ഈ വീടിന്റെ വിളക്കാണവൾ. ഞാനൊരു കാര്യം പറഞ്ഞാൽ തിരുവായ്ക്ക് എതിർവായി ഉണ്ടായില്ല. അത്രയ്ക്ക് ഭയമാണ് അവക്കെന്നെ. ജാനകി, ജാനകി. റേഷൻ കടയിൽ പോയി സ്പെഷ്യലായി വന്ന മണ്ണെണ്ണയും പഞ്ചസാരയും വാങ്ങാൻ പറഞ്ഞിട്ട് ഇവിടെ നിന്ന് വാചകം അടിക്കുന്നോ? എന്തിനാടി മണ്ണെണ്ണ? നമുക്ക് ഗ്യാസ് എടുക്കാൻ വേണ്ടി ഗ്യാസ്. അതെന്താ ഇപ്പഴങ്ങനെ തോന്നാൻ? നീ കുടുംബത്തിന്റെ വിളക്കല്ലേ. നീ അടുക്കളയിൽ നിന്ന് കത്തുന്നത് എനിക്ക് കാണണം. നിങ്ങൾ അറിഞ്ഞോ മനുഷ്യ, 7 വർഷങ്ങൾക്ക് ശേഷം സൗദാമിനിയുടെ കെട്ടിയോ ഗൾഫിൽ നിന്ന് വന്നു. അമ്മേ, അതിന് നിങ്ങൾ എന്തിനാ ഞെട്ടിയത്? ജാനു, അത്താഴം മുടങ്ങിയവന്റെ വിഷമം ഊണ് തരാത്തവൾക്ക് അറിയില്ലടി. ഈശ്വര, ഉണ്ണി ജയിൽ ചാടിയെന്ന്. ഇനിയിപ്പോ എന്താണോ സംഭവിക്കുന്നത്? വെട്ടൊന്ന് മുറി രണ്ടെന്ന പ്രകൃതക്കാരനാണ് അവൻ. നീ എന്നെ ഭയപ്പെടുത്താൻ നോക്കണ്ടടി. ഞാനും കരയിൽ തന്നെയാടി നിൽക്കുന്നത്. ജാനകി പറ, എവിടെയാടി ഞാൻ പോയി ഒന്ന് ഒളിച്ചിരിക്കുന്നത്? രാഘവേട്ടാ, ചെല്ല്. അവൻ എത്തും മുമ്പ് എവിടെയാണെന്ന് വെച്ചാ പോയി ഒളിക്ക്. ആരും രക്ഷപ്പെടാമെന്ന് കരുതണ്ട. ഉണ്ണിയപ്പം പുറത്തു വന്നു. അതല്ല, ഉണ്ണിയപ്പം പുറത്തു വന്നൂന്ന്. ഇന്നലെ അർദ്ധരാത്രി കണ്ണൂർ സെൻട്രലിന്റെ ഉയരം കൂടിയ മതിലുകളിൽ ചാടിക്കിടന്ന് ഈ ഉണ്ണി എത്തിയിരിക്കുന്നു. എന്തിന്? നിന്നോട് കണക്ക് തീർക്കാൻ. ഉണ്ണി മോനെ, അരുത്. അദ്ദേഹം അറിവില്ലാതെ എന്തെങ്കിലും ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ നീ അത് ക്ഷമിക്കണം. മാറി നിൽക്കടി. ഞാനില്ലാത്ത സമയത്ത്
നീ എന്താ വീട്ടിൽ പോയിരുന്നു അല്ലേ? ഉണ്ണി ഞാൻ വേണ്ട, പഴയ കണക്കൊന്നും ബാക്കി വെക്കുന്നവനല്ല ഈ ഉണ്ണി. ഉണ്ണി അരുത്. ഉണ്ണി നീ വരി. ഞാൻ ജയിലിൽ കിടന്നപ്പോ നീ എന്റെ ഭാര്യയുടെ അടുത്ത് എന്ന് അവൾക്ക് അരി മേടിക്കാൻ കൊടുത്തു 150 റുപ്യ. ഞാൻ ജയിലിൽ പോണതിന് മുമ്പ് നമ്മൾ ഷെയർ ഇട്ട് അടിച്ച 350 റുപ്യ, മൊത്തം 500 രൂപ. ഞാൻ പിടി ഞാൻ കണക്ക് പറഞ്ഞ് വരലേട്ടെ. കണക്ക് തീർന്ന് പോട്ടെ ചേച്ചി, പോട്ടെ എണ്ണ. വൃത്തികെട്ടവൻ വെറുതെ എന്നെ കൊതിപ്പിച്ചു കളഞ്ഞു. ആ ജാനകി, വല്ലാത്ത വിശപ്പ്. നീ ചെന്ന് കഞ്ഞി എടുത്തു വെക്ക്. ആ ശരി. ഞാൻ പുറത്തു പോയി വല്ലതും കഴിച്ചിട്ട് വരാം. എടാ ശ്രീകുട്ട, നീ എന്തിനത് ചെയ്തു? മോളെ നീ കരയാതെ. ചന്ദ്രേട്ടൻ കല്യാണിയെ കൈവിടില്ല മോളെ, വിടില്ല. നിർത്തടി. ആരാടി കല്യാണി? ആരാടി ഈ ശ്രീകുട്ടൻ? പുതിയതായി തുടങ്ങിയ സീരിയലിലെ നായകനും നായികയും അണച്ചാ. സീരിയല് 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 സീരിയൽ എന്നൊരു വാക്ക് ഇനി ഈ വീട്ടിൽ മിണ്ടിപ്പോകരുത്. പിന്നെ പരമ്പര മലയാളത്തിൽ പറഞ്ഞാ മതി. മോളെ രാധേ, നിന്റെ പഠിപ്പൊക്കെ എങ്ങനെ പോകുന്നു? അങ്ങനെ പോകുന്നച്ചാ. അങ്ങനെ പോയിട്ട് കാര്യമില്ല. ഈ വർഷവും നീ പരീക്ഷയ്ക്ക് തോറ്റാൽ ഏതെങ്കിലും ഒരു വായി നോക്കിയെ കൊണ്ട് നിന്നെ ഞാൻ കെട്ടിക്കും. ജാനകി, ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണേ. അതേ മോളെ, നിന്റെ അച്ഛനെ കൊണ്ട് അമ്മയെ കെട്ടിച്ചതുപോലെ. അച്ഛാ, ഈ വീട്ടിൽ നടക്കുന്ന കാര്യങ്ങൾ വലുതും അച്ഛൻ അറിയുന്നുണ്ടോ? ഇന്നലെ ആ തകഴിയിൽ പ്രേംകുമാർ എന്റെ തിരുനെറ്റിയിൽ ചുംബിച്ചു. ഞാനിത് വിശ്വസിക്കില്ല. എന്തുകൊണ്ട്? കേവലം 3 അടി പൊക്കം മാത്രമുള്ള അവൻ ഇത്രയും പൊക്കമുള്ള നിന്റെ തിരുനെറ്റിയെ ചുംബിച്ചെന്ന് പറഞ്ഞാൽ അത് വിശ്വസിക്കാൻ ഞാൻ അത്ര മണ്ടനല്ല. അച്ഛാ, പ്രേംകുമാറിന്റെ ബുദ്ധിമുട്ട് മനസ്സിലാക്കി ഒരല്പം താന്നു കൊടുത്തതിൽ എന്താ തെറ്റ്? മോളെ, ഇത്രയ്ക്കായ സ്ഥിതിക്ക് എത്രയും പെട്ടെന്ന് നിന്റെ കല്യാണം നടത്താൻ ഞാൻ തീരുമാനിച്ചു. ഏതായാലും ആ ജാതകം കണിയാരെ വിളിച്ച് ഇവിടെ മോദകം ഒന്ന് കാണിക്കണം. അല്ല, ആ മോഹനം കണിയാരെ വിളിച്ച് ഇവിടെ ജാതകം ഒന്ന് കാണിക്കണം. അമ്മാവാ, അല്ല, ഇതാരാ ഈ വന്നിരിക്കുന്നത്? ജാനകി നോക്കടി, ഇതാരാ വന്നിരിക്കുന്നെന്ന് നിനക്ക് മനസ്സിലായില്ലേ? ഇല്ല. മോളെ രാധേ, നിനക്ക് മനസ്സിലായില്ലേ? ഇല്ലച്ചാ, എനിക്ക് മനസ്സിലായില്ല. ആരാച്ചാ ഇത്? എനിക്കും മനസ്സിലായില്ല. ആരാടാ നീ? കിഴക്കേപ്പറമ്പിൽ ശാരദാമ്മയ്ക്ക് വടക്കേപ്പറമ്പിൽ ചെല്ലപ്പന് ജനിച്ച പടിഞ്ഞാറേപ്പറമ്പിൽ രഘുനാഥൻ എന്ന രഘുവേട്ടൻ. രവിയേട്ടൻ അധികം ഇവിടെ നിന്ന് സംസാരിക്കണ്ട. സംസാരിച്ചാൽ അടുത്തതായിട്ട് നമ്മൾ കാത്തിരിക്കുന്ന സ്കിറ്റിലേക്ക് അടുക്കാൻ പോവാണ്. നമ്മുടെ ടീം റെഡി ആയിരിക്കുകയാണ് നിങ്ങളെയൊക്കെ കുടുകുടി ചിരിപ്പിക്കാൻ വേണ്ടി. ഒരു സ്കിറ്റാണ്. അപ്പോൾ അതിനുശേഷം വീണ്ടും ഗാനമേള തുടരുന്നതാണ്. എല്ലാവരും ചിരിക്കാൻ തയ്യാറായിക്കോളൂ. കുറച്ചും കൂടെ ആയുസ് കൂടട്ടെ. അങ്ങനെ 6 വർഷത്തെ നീണ്ട പ്രവാസ ജീവിതത്തിനൊടുവിൽ നാട്ടിൽ തിരിച്ചെത്തി. കാര്യം നമ്മൾ കേരളത്തെ എന്തോരം കുറ്റം പറഞ്ഞാലും ഇവിടുത്തെ ഈ കാറ്റും ഈ പച്ചപ്പും ഈ മണവും ആ ബാങ്കിന്റെ മുമ്പിലെ തിക്കും തിരക്കും ATM-ന്റെ മുമ്പിലെ ക്യൂവും എല്ലാം കൂടി കാണുമ്പോൾ ഇതൊന്നും ഗൾഫിൽ ഇല്ലല്ലോ എന്ന് ഓർക്കുമ്പോൾ ഒരു സുഖം, ഒരു മനസുഖമാണ്. ഇത് പറഞ്ഞപ്പോഴേ ഞാൻ ഓർത്തത് വേറൊന്നുമല്ല, ഞാൻ ഈ നാട്ടിൽ ഇന്ന് രാഖി രാമാനം ഗൾഫിലോട്ട് നാട് വിടാൻ കാരണം വേറൊന്നുമല്ല, എൻ്റെ പഴയ ഒരു കൂട്ടുകാരനുണ്ടായിരുന്നു, പേര് ഷാജി. നിങ്ങളറിയും, പാഷാണം ഷാജി. അവനിപ്പോ നാട്ടുകാർ തല്ലിക്കൊന്നോ എന്തോ. ഏതായാലും ഇവിടെ വരുമ്പോഴാണ് ആ പഴയ പാട്ടൊക്കെ ഓർമ്മ വരുന്നത് അല്ലേ? 1000 പിച്ചു പോരാ, 1000 പിച്ചു പോരില്ല, 1000 പാടാൻ പറ്റില്ല. 200 പാടാ. ദൈവമേ, ഇത് നല്ല പരിചയമുള്ള ശബ്ദമാണല്ലോ. ഇതിൽ അവനല്ലേ പാഷാണം ഷാജി? പൊന്നുമോനെ വേണ്ടാട്ടാ, വേണ്ടാട്ടാ. ഞാൻ പറഞ്ഞ നീ എന്താ കാണുമ്പോ ഓടാത്? എന്തൊട്ട് എന്തോടാൻ? നിന്നെ കാണുമ്പോ പിന്നെ ഓടാണ്ട് നിന്റെ പഴയ സ്വഭാവം മാറിയിട്ടില്ലല്ലേ? നിന്റെ കവറൊക്കെ പിടിച്ചിട്ട് എവിടെ നിന്ന് തന്നെ? ഞാൻ കണ്ണമാലി പള്ളി പെരുന്നാളിന് പോയതാ. കണ്ണമാലി പള്ളി പെരുന്നാളിന് പോയിട്ട് എന്താണ് ഈ കവറൊക്കെ പിടിച്ചോണ്ട് വന്നത്? പെരുന്നാൾ മുടങ്ങിപ്പോയി. എങ്ങനെ? ഞാൻ അവിടെ ചെന്നപ്പോ പ്രദർശനം വരുമായിരുന്നു, വഴി തെറ്റിച്ചു വിട്ടു. ഇപ്പൊ 3 ദിവസമായിട്ട് പ്രദർശനം പള്ളി കയറില്ല എന്ന് പറഞ്ഞ അച്ഛനും കൂട്ടി ഓടി ഇറക്കിയേ.
എന്റെ പൊന്നു ഷാജി, ഇതൊക്കെ എന്ത് കാര്യത്തിന് കാണിച്ചു കൂട്ടണടാ? ഒരു സുഖം, ഒരു മനസുഖം. നമ്മൾ ഇവിടെ തകർക്കാൻ പോകുന്നു. എന്റെ പൊന്നെ, നീ ഒറ്റയ്ക്ക് അങ്ങോട്ട് തകർത്തേച്ചാൽ മതി. നീ ആയിട്ടുള്ള ഒരു ഇടപാടുമില്ല. നീ ഒറ്റ ഒരുത്തൻ കാരണമാണ് ഞാനും രാജപ്പനും കൂടി രാഖി രാമാനം നാട് വിട്ട് ഇവിടുന്ന് പുറത്തോട്ട് പോയത്. രാജപ്പൻ എവിടെ പോയെന്നാ പറഞ്ഞ? പുറത്തോട്ട് പോയി. അവനകത്താണ്. അകത്താ? നിങ്ങൾ രണ്ടുപേരും ഗൾഫിൽ പോയില്ലേ? അവന്റെ ബാഗിൽ ഞാൻ കഞ്ചാവ് കയറ്റി വെച്ചേച്ച് പിടിച്ചിപ്പോ അകത്ത് കിടക്കണം. എന്റെ പൊന്നു ഷാജി, ഇതൊക്കെ എന്ത് കാണിച്ചു കൂട്ടണ നീ? ഇതൊക്കെ ഒരു സ്പോർട്സ്മാൻ സ്പിരിറ്റിൽ എടുക്ക്. പിന്നെ ഇതൊക്കെയല്ലേ സ്പോർട്സ്മാൻ സ്പിരിറ്റിൽ എടുക്കേണ്ടത്? പോടാ അവിടുന്ന്. നിനക്കറിയാമോ എന്തെന്ന്? ഒരാളെ കളിയാക്കി നമുക്ക് 5 വയസ്സ് കുറയും. 5 വയസ്സ് കുറയും? സ്വന്തം അച്ഛനെ കളിയാക്കി 10 വയസ്സ് കുറയും. എന്നിട്ട് നിന്റെ 10 വയസ്സ് കുറഞ്ഞ? ഞാനല്ലേ ചെറുപ്പക്കാരനെ പോലെ ഇരിക്കുന്നത്, ഡെയിലി കളിയാക്കും. എങ്ങനെ? കഴിഞ്ഞ ആഴ്ച ഒരു സംഭവം ഉണ്ടായി. എങ്ങനെ? ഞാൻ വീട്ടിൽ അച്ഛൻ ഇരിക്കുന്ന കസേരയുടെ കോലൂരി വെച്ചു. ചാരു കസേരയുടെ കോലൂരി വെച്ചാ? രാവിലെ അങ്ങോട്ട് വീണ് കിടക്കണം. ഞാൻ വൈകുന്നേരം ചെല്ലുമ്പോ ഇസഡ് പോലെ ഇങ്ങനെ കസേര ഇരിപ്പുണ്ട്. എന്നിട്ട് പൊക്കി എടുത്ത് നോക്കിയപ്പോ വലത്തെ കൈ ഒടിഞ്ഞ് 7 പോലെ ഇരിക്കും. 7 പോലെ? നേരെ ആശുപത്രി കൊണ്ടായി. ഡോക്ടറെ പറ്റിച്ചു. എങ്ങനെ പറ്റിച്ച്? ഡോക്ടർ വെച്ച് ഏത് കൈ ഒടിഞ്ഞെന്ന് പറഞ്ഞു. ഞാൻ പറയാം ഇടത്തെ കൈ എന്ന് പറഞ്ഞു. എന്നിട്ട് ഇപ്പൊ ഇടത്തെ കൈ പ്ലാസ്റ്റർ ഇട്ടിരിക്കേ. അപ്പൊ വലത്തെ കയ്യാ? അതിപ്പോഴും 7 പോലെ തന്നെ ഇരിക്കേ. എന്ത് കാര്യത്തിന് കാണിച്ചു കൂട്ടാറാ ഷാജി ഇതൊക്കെ? നീ ഒന്നും മിണ്ടാണ്ടിരുന്നേ. ഇന്ന് ഇവിടെ കൂടി വന്നവരെ പോണവരൊക്കെ നമ്മൾ കളിയാക്കി മെഴുകും. നീ ഒറ്റയ്ക്ക് അങ്ങനെ ഉണ്ടാക്കിച്ച മതി, എന്നെ കൂട്ടണ്ട. എന്താ? എടാ, ഞാനിപ്പോ എന്റെ പെങ്ങളുടെ വീട്ടിലേക്ക് പോകാൻ വേണ്ടി കുറച്ച് സാധനങ്ങളൊക്കെ ആയിട്ട് വന്നേക്കാണ്. ഇപ്പൊ ബസ് വരും, കൈ കാണിക്കും, നിർത്തും, ഞാൻ കയറി പോവും. ബസ് വരില്ല. ബസ് വരില്ലേ? അവരോട് ഞാൻ പറഞ്ഞു ഇവിടെ പാലം പൊളിഞ്ഞു കിടക്കുന്നു. എന്തിന്? നീ ഇവിടെ നിക്ക്. നീ ഒന്ന് പോയടാ അവിടുന്ന്. ഇപ്പൊ നമുക്ക് പറ്റിക്കാൻ മുട്ടണ എക്കിള് തന്നെ ഇങ്ങനെ വരും. ആ സമയത്ത് നമ്മുടെ കയ്യിൽ ഒന്നും ഉണ്ടാവില്ല. അപ്പൊ ചെയ്യാൻ പറ്റുന്ന സാധനം ഞാൻ കണ്ടുപിടിച്ചിട്ടുണ്ട്. എങ്ങനെ? എന്റെ പുറകെ ആരെങ്കിലും വണ്ടി ഒന്ന് പറയണേ. നിന്റെ പുറകെ ആര് വരാനായിട്ടാടാ? ഇവന്റെ പുറകെ വരാൻ ആളാ? എടാ, രാജൻ പി ദേവിന്റെ ഫിഗറുള്ള ഒരുത്തം മനുണ്ടാ പുറകെ. അതിനിവിടെ ഒന്നും ഇല്ലല്ലോ. അതാണ് ശൂന്യയിൽ നിന്നൊരു പറ്റിക്കല്. എന്റെ പൊന്നടോ, ഇതൊക്കെ ഇത് എവിടുന്ന് ഉണ്ടാക്കിക്കൊണ്ട് വന്നെ? നീ നമ്മൾ ഒരുങ്ങി അങ്ങോട്ട് ഇറങ്ങണം. പിന്നെ ഒരുങ്ങി അങ്ങോട്ട് ഇറങ്ങണം. എന്താ? ആ ജോൺസൺ വന്നുണ്ട്. ഏത് ജോൺസൺ? എടാ, നമ്മൾ പണ്ട് 4 പേരായിരുന്നല്ല കമ്പനി. ഞാന്, ജോൺസൺ, നീ, രാജപ്പൻ. സൈക്കിളുടെ കാരന്റെ മോൻ. ഒരു ഫുള്ള് കിട്ടിയ നമ്മൾ 4 പേര് ഒരു ഷെയർ അടിക്കൂലേ? അവരിപ്പോ എന്റെ കൂടെ കുവൈറ്റിൽ വന്നു. എന്റെ റെസ്റ്റോറന്റിൽ അവനിപ്പോ ബിഗ് ഷെഫാണ്. എന്നെക്കാളും 2 അക്ക സംഖ്യ കൂടുതൽ ശമ്പളം കിട്ടണമെന്ന് പറഞ്ഞ് ഇപ്പൊ എന്നെ കണ്ട മിണ്ടൂര് ഒടുക്കത്തെ ജാടയാണ്. എന്താ പ്രശ്നം? അവന് നമ്മുടെ ബുള്ളറ്റ് ബാബു ഇല്ലേ, ആ ബുള്ളറ്റ്